പക്ഷെ ഈ പരിപാടിയിലേക്ക് വരുമ്പോ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും സമ്മന്നതരായ നേതാക്കന്മാരിൽ നമ്മുടെ പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ, അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. സംഘത്തിന്റെ നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ പ്രിയപ്പെട്ട, ഒരു തരത്തിൽ പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി കൂടിയാണ് അദ്ദേഹം. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല. എന്നും നമ്മുടെ പ്രചോദന കേന്ദ്രമായിട്ടുള്ള, നമുക്കെന്നും ആവേശം പകരുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ സദാനന്ദൻ മാസ്റ്ററോടൊപ്പമാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. മാഷെ നമസ്കാരം. ആദ്യമായി ഈ ചർച്ചയിൽ അങ്ങുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങ് മട്ടന്നൂർ. നമുക്കറിയാം കേരളത്തിലെ പ്രസിദ്ധമായ ഒരു പ്രദേശമാണ്. ഇപ്പൊ എയർപോർട്ട് വന്നിട്ടുള്ള സ്ഥലമാണ്. CPM വളരെ ബഹുഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സ്ഥലമാണ്. പഞ്ചവാദ്യ വിദഗ്ധൻ കേരളം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള നമ്മുടെ പഴയ സംഘചാലൻ, മാന്യ സംഘചാലകന്റെ മകൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നാടാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ പെരിഞ്ചേരി എന്ന് പറയുന്ന 100% ഗ്രാമത്തിൽ നിന്ന്, ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷെ എങ്ങനെയാണ് നമ്മുടെ ഈ പാർട്ടിയിലേക്കും സംഘപരിവാർ പ്രസ്ഥാനത്തിലേക്കും കടന്നു വന്നത്? ചെറുതായിട്ടും സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ രാധാകൃഷ്ണന്റെ അടുത്ത്, അതുപോലെ ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഒരു ചെറിയ കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അതായത് ഇന്നത്തെ ഈ പരിപാടി രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം അഭിമാനവും ചാരിതാർത്ഥ്യവും തരുന്നതാണ് എന്നുള്ളതാണ്. അപ്രതീക്ഷിതമാണ്. ഈ ഒരു വിമൽ എന്ന് പറയുന്ന പ്രിയ സഹോദരൻ, സമാജസ്നേഹിയായ ഒരു സഹോദരൻ, നമ്മുടെ ദുർബല വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തെ തരണം ചെയ്യാൻ ആവശ്യമായ ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് അത് ഇന്ന് തന്നെ അത് ഇവിടെ പ്രഖ്യാപിക്കാൻ സാധിച്ചു എന്നുള്ളത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അതിന് അവസരം നൽകിയ വിമലിന് ആ തരത്തിലൊരു പ്രവൃത്തി ചെയ്യാനുള്ള പ്രോത്സാഹനവും പ്രേരണയും പ്രദാനം ചെയ്ത എന്റെ പ്രിയപ്പെട്ട രാധാകൃഷ്ണനും ആദ്യമേ തന്നെ അഭിമാനപൂർവ്വം കൃതജ്ഞതയും കൃതാർത്ഥതയും സന്തോഷവും എല്ലാം പ്രകടിപ്പിക്കുകയാണ്. ആദ്യമേ തന്നെ അവർക്ക്, വിമലിനും, ഇനി അതുപോലെ അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് ധാരാളം പേര് സമാജത്തിന് വേണ്ടി, നമ്മുടെ സമാജ ബന്ധുക്കളുടെ ദൈന്യതയിൽ, ദുഃഖത്തിൽ, ദുരിതത്തിൽ പങ്കാളികളായി അവരെ കൈപിടിച്ചുയർത്താനുള്ള ആ പ്രവൃത്തിയിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. പിന്നെ എല്ലാവർക്കും നമസ്കാരം. തുടക്കത്തിലെ തന്നെ രാധാകൃഷ്ണൻ ചോദിച്ച ചോദ്യം എങ്ങനെയാണ് സംഘപ്രസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. ഒരു നീണ്ട കഥ രചിക്കാനുള്ള അത്രയും പശ്ചാത്തലം അതിനുണ്ട്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്ന രീതിയിലായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ സംഘത്തിലേക്കുള്ള എൻ്റെ കടന്നുവരവ്. ചെറുപ്പത്തിലെ തന്നെ രാഷ്ട്രീയ ബോധം, ഒരർത്ഥത്തിൽ രാഷ്ട്രീയവും രാഷ്ട്രീയ ബോധവും മനസ്സിൽ ഉറച്ച ഒരാളായിരുന്നു ഞാൻ എന്നെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ പ്രൈമറി ക്ലാസ്സിൽ, പ്രത്യേകിച്ച് 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഞാൻ പഠിച്ചത് എന്റെ ഗ്രാമത്തിന് തൊട്ടടുത്ത ഗ്രാമത്തിലെ അപ്പർ പ്രൈമറി വിദ്യാലയത്തിലാണ്. കയനി UP സ്കൂൾ എന്നാണ് ആ വിദ്യാലയത്തിന്റെ പേര്. അവിടെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും മാതൃകയായി മുന്നിൽ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഈ അവസരത്തിൽ സ്മരിക്കുന്നതിൽ എനിക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് KK അപ്പുനമ്പ്യാർ എന്നായിരുന്നു. അദ്ദേഹം ആ കാലത്ത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്നു. അത്യുജ്വല പ്രാസംഗികനായിരുന്നു അദ്ദേഹം. ഉജ്ജ്വല പ്രാസംഗികനായിരുന്നു. ഒരുപക്ഷെ മണിക്കൂറുകളോളം നിന്ന് പ്രസംഗിക്കുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പൊ ഞാൻ ഈ 6ാം ക്ലാസ്സിലാണ് ആ വിദ്യാലയത്തിൽ ചെന്ന് ചേർന്നത്. അപ്പൊ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും എന്റെ ക്ലാസ് അധ്യാപകനായിരുന്നു അപ്പുമാഷ്. അപ്പുമാഷയുടെ വാക്ചാതുരിയും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും ഒരുപാട് സ്വാധീനം, കുഞ്ഞു മനസ്സാണെങ്കിലും വല്ലാതെ മനസ്സിലേക്ക് കടന്നെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ സ്വാധീനം. അദ്ദേഹത്തിന്റെ പ്രസംഗം ഞങ്ങളുടെ ഗ്രാമത്തിൽ, ഗ്രാമ വീഥികളിൽ അദ്ദേഹം ഈ പണ്ടത്തെ കാളം എന്ന് പറയില്ലേ, നമ്മളെ ഹാൻഡ് മൈക്ക് എന്ന് പറയുന്ന ഒരു സംഗതി വെച്ച് അപ്പുമാഷ് പ്രസംഗിക്കുന്നത് കൗതുകത്തോടെ കേട്ടിരുന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രസംഗം കേൾക്കുക, അപ്പുമാഷ് ആ കാലഘട്ടത്തിൽ എന്നെ ആ വിദ്യാലയത്തിലെ സാഹിത്യ സമാജം സെക്രട്ടറി എന്ന ചുമതലയൊക്കെ ഏൽപ്പിച്ച് എന്നിൽ എന്തോ ഒരു പ്രാസംഗികന്റെ കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു സംഘാടകന്റെ കഴിവ് എന്നിലുണ്ട് എന്നൊക്കെ അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്ന് തോന്നുന്നു. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അപ്പുമാഷ് എന്നെ സാഹിത്യ സമാജത്തിന്റെ സെക്രട്ടറി ആക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ മെല്ലെ മെല്ലെ പ്രസംഗിക്കാനും സദസ്സിനെ അഭിമുഖീകരിക്കാനും ഒക്കെയുള്ള ഒരു കഴിവും വിശ്വാസവും എന്നിൽ വളർത്തിയെടുത്തു അദ്ദേഹം. അദ്ദേഹത്തെ മാതൃകയാക്കിക്കൊണ്ട് ഞാനും ചിലയിടങ്ങളിൽ വെറുതെ കണ്ണാടിക്കൊക്കെ മുമ്പിൽ നിന്ന് അമ്മയും അച്ഛനെയും സഹോദരങ്ങളൊക്കെ വിളിച്ചിരുത്തി പ്രസംഗിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ ബോധം മനസ്സിലുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ബോധം ക്രമേണ
ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള കുടുംബമായതുകൊണ്ട് എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരിൽ ഒരാളായിരുന്നു അച്ഛൻ. ദേശാഭിമാനി പത്രം തുടങ്ങിയ കാലത്ത് അതിന്റെ പ്രചാരമൊക്കെ ആയിരുന്നു പാർട്ടി അദ്ദേഹത്തിന് ഏൽപ്പിച്ച ചുമതല. എൻ്റെ വീട്ടിൽ പഴയ കാലത്തെ 40കളിലോ 50കളിലോ ഒക്കെയുള്ള ദേശാഭിമാനിയുടെ പഴയ പ്രതികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അങ്ങനെ നോക്കി വായിക്കും. അച്ഛന്റെ പാതയിലൂടെ അങ്ങനെ കമ്മ്യൂണിസത്തിന്റെ ഇതിലേക്ക് അങ്ങനെ പോകും. ചെറിയ ക്ലാസ്സിലൊക്കെ നോട്ട് പുസ്തകത്തിന്റെ പിൻഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കണക്ക് പുസ്തകമാണല്ലോ വരയിടാത്ത പുസ്തകം ഉണ്ടാവുക, ബാക്കിയെല്ലാം വരയിട്ട നോട്ട് പുസ്തകങ്ങളാണ്. ഈ വരയിടാത്ത കണക്ക് പുസ്തകത്തിന്റെ പിൻഭാഗത്ത് മനോഹരമായി അരിവാൾ ചുറ്റിക നക്ഷത്രമൊക്കെ വരയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ കമ്മ്യൂണിസത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ ബോധം എന്നെ സ്വാധീനിച്ചിരുന്നു. അങ്ങനെ പിന്നെ ഹൈസ്കൂൾ ക്ലാസ്സിൽ 8, 9, 10 ക്ലാസ്സിൽ അതിപ്പോ സംഘ പ്രവർത്തനത്തിലും ചുമതലയിലൊക്കെ വരുന്നതിന് മുമ്പ് യാദൃശികമായിട്ടാണെങ്കിലും ഇപ്പൊ എത്തിച്ചേർന്നിട്ടുള്ള BJP പ്രവർത്തനത്തിലൂടെയാണ് മാഷ് കടന്നു വന്ന് തോന്നുന്നു അല്ലെ? അതെ, ഞാൻ അതിലേക്ക് വരാം. അത് പലർക്കും അറിയാത്തൊരു രഹസ്യമാണ്. ഞാൻ BJP കാരനായിട്ടാണ് തുടക്കം. ഇപ്പൊ BJP എത്തി നിൽക്കുന്നു. ഏതോ ഒരു കാലഘട്ടത്തിന്റെ നിയോഗം എന്നൊക്കെ നമുക്ക് അതിനെ പറയാമെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഈ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കും. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി. അപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ വന്ന് പ്രസംഗിച്ചതും അദ്ദേഹത്തിന്റെ ചുറ്റിലും നിന്ന് പിന്നെ ഗംഭീര മുദ്രാവാക്യം വിളിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ഹൈസ്കൂളിൽ ഹെഡ് മാഷ് KT ചന്ദ്രൻ മാഷ്, അദ്ദേഹം വളരെ ആരാധ്യനായ എന്റെ അധ്യാപകനാണ്. അദ്ദേഹം മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനൊക്കെ ആയിരുന്നു. CPIMന്റെ പ്രാദേശിക നേതാവാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു മൂശയിൽ അങ്ങനെ വളർന്നു വന്നു. കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചു. പ്രീ ഡിഗ്രി കഴിഞ്ഞതോടുകൂടിയാണ് എനിക്ക് ആശയപരമായ വ്യതിയാനം സംഭവിക്കുന്നത്. അപ്പോ ആശയപരമായ വ്യതിയാനം സംഭവിക്കാനുള്ള കാരണം കുറെ സാഹചര്യങ്ങളുണ്ട്. ഞാൻ ഈ സമയപരിമിതിക്കുള്ളിൽ പറയാവുന്നത് അതാ ഞാൻ പറയുന്നത്. നീണ്ട കഥ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കൊണ്ടുപോകാം. പക്ഷെ അത്രയും സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി മാത്രം പറയാം. 1-2 സംഭവങ്ങൾ മാത്രം പറയാം. അതിലൊന്ന്, ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോൾ അവിടെ കോളേജിൽ PRNSS കോളേജ് മട്ടന്നൂർ ആയിരുന്നു. ആ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടെ ഉച്ച നേരത്ത് സംഘത്തിന്റെ ശാഖ നടക്കുമായിരുന്നു, വിദ്യാർത്ഥി ശാഖ. അപ്പൊ ഞങ്ങള് ഈ ശാഖയിലുള്ള ചില കാര്യങ്ങൾ കാണാൻ വേണ്ടി അവിടേക്ക് ചെല്ലും. അപ്പോ അവിടെ കൂടുതലായിട്ടും എല്ലാ ആഴ്ചയിലും എന്ന് പറഞ്ഞതുപോലെ വന്നിരുന്നത് നമ്മുടെ ബാലഗോകുലത്തിന്റെ ഒക്കെ സംസ്ഥാന സെക്രട്ടറി പദവി ചുമതല വഹിച്ചിരുന്ന CP സുരേന്ദ്രേട്ടനാണ്. രാധാകൃഷ്ണേട്ടൻ അറിയുണ്ടാവുമല്ലോ സുരേന്ദ്രേട്ടൻ. അതെ, പിന്നെ ജില്ലാ കാര്യവാഹി അദ്ദേഹമാണ് ഈ കോളേജ് ശാഖ എടുക്കാൻ വരിക. അപ്പൊ ശാഖയിൽ അദ്ദേഹം കൊടുക്കുന്ന ചെറിയ ചെറിയ ബൗദ്ധിക ശകലങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ഒളിഞ്ഞിരുന്ന് കേൾക്കാറുണ്ട്. SFI കാരാണ് ഈ ഇരിക്കുന്നത്, വർഗീയ മൂരാച്ചികളാണ്, വന്നിരിക്കുന്നത് RSSന്റെ തലമൂത്ത നേതാവാണ്, ഏറ്റവും വലിയ വർഗീയവാദിയാണ്, ഫാസിസ്റ്റാണ് എന്നൊക്കെയുള്ള ധാരണയിൽ അങ്ങനെ ഞങ്ങൾ വലിയ കേമന്മാരാണ്, പുരോഗമനവാദികളാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പുച്ഛത്തോടെയൊക്കെയുള്ള നിരീക്ഷണമായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ശാഖയിൽ സംസാരിക്കുന്ന പല കാര്യങ്ങളും എവിടെയൊക്കെയോ മനസ്സിന്റെ കോണുകളിൽ ചെന്ന് പതിച്ചു എന്നുള്ളതാണ് സുരേന്ദ്രേട്ടന്റെ ശാഖയിലെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങള്. പിന്നെ ഉണ്ടായ ഒരു സംഭവം, കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സിംബോസിയം, കോളേജ് ഡേ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട ഒരു സിംബോസിയം നടത്തുകയുണ്ടായി. ആ സിംബോസിയത്തിൽ ABVP, KSU, SFI 3 പ്രസ്ഥാനങ്ങളുടെ 3 പ്രതിനിധികളാണ് പങ്കെടുത്തത്. അതില് ABVPയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് മുരളിയേട്ടനാണ്, നമ്മുടെ ഇന്നത്തെ ബഹുമാന്യനായ കേന്ദ്ര സഹമന്ത്രി. മുരളിയേട്ടൻ അന്ന് എനിക്ക് പരിചയമൊന്നുമില്ല, പക്ഷെ ഒരു കുരുന്നനെയുള്ള ഒരു ചെറിയൊരു മനുഷ്യൻ, പിന്നെ ABVPയുടെ നേതാവ്. അപ്പൊ അന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഈ പ്രസംഗത്തിനൊക്കെ വലിയ താല്പര്യമുണ്ട്, പ്രസംഗം കേൾക്കുക എന്നുള്ള കാര്യത്തിന്. അപ്പൊ സിംബോസിയം നടക്കുമ്പോൾ ആ ഹാളിന്റെ ഏറ്റവും മുന്നിൽ തന്നെ ചെന്നിരുന്നു. മുരളിയേട്ടന്റെ പ്രസംഗം 2 പേർക്കിടയിലായിരുന്നു. ആദ്യം SFIക്കാരൻ സംസാരിച്ചു, പിന്നെ മുരളിയേട്ടൻ, അത് കഴിഞ്ഞ് കേസ്, അങ്ങനെയായിരുന്നു. അപ്പൊ മുരളിയേട്ടന്റെ സംസാരത്തില് ഞാൻ കേട്ട് പരിചയമില്ലാത്ത അനേകം പ്രയോഗങ്ങൾ, ദേശീയത, ദേശീയബോധം, ദേശസ്നേഹം, പൗരാണിക ഭാരതത്തിന്റെ രീതികൾ, വിദ്യാഭ്യാസ സമ്പ്രദായം, നമ്മുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട്, വിവേകാനന്ദ സ്വാമികളെ കുറിച്ചുള്ള ചില ഉദ്ധരണികൾ, ഇതൊക്കെ മുരളിയേട്ടന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ നല്ല രീതിയിൽ ഒഴുകി വരുന്നുണ്ടായിരുന്നു. എന്നെ അത് വളരെ കാര്യമായി സ്വാധീനിച്ചു. പിന്നെ എന്റെ കൂടെ മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, എന്റെ കളിക്കൂട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ചെറിയ ക്ലാസ് തൊട്ടേ എന്റെ കൂട്ടുകാരനായിട്ടുണ്ടായിരുന്ന ഒരു ഗോകുൽദാസ് ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ മുംബൈയിൽ ഒരു സ്വകാര്യ കമ്പനിയുടെ മാനേജരാണ്. അവിടെ സംഘത്തിന്റെ ചുമതല വഹിച്ച് പ്രവർത്തിക്കുന്നു. എന്റെ വളരെ അടുത്ത ഞങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഗോകുൽദാസ്. അപ്പൊ അദ്ദേഹം എന്റെ കൂട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ പഴയ ജനസംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു. എന്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരൻ, ഗോകുൽദാസിന്റെ അച്ഛൻ ജനസംഘക്കാരൻ. സ്വാഭാവികമായിട്ടും ഗോകുൽദാസ് ABVPയുടെയും ഞാൻ SFIയുടെയും പ്രവർത്തകരായി. ഞങ്ങൾ കോളേജിൽ പോകുന്നതും വരുന്നതൊക്കെ ഒരുമിച്ചാണ്. പക്ഷെ ആശയപരമായി 2 ധ്രുവങ്ങളിൽ.
അങ്ങനെ പ്രീ ഡിഗ്രി കഴിഞ്ഞതോടുകൂടി വാസ്തവത്തിൽ എനിക്ക് ഈ SFIയുടെ പ്രവർത്തനത്തിലും ആശയങ്ങളിലും ചില എന്തോ ഒരു 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 അക്ഷരത്തെറ്റ് എനിക്ക് അനുഭവപ്പെട്ടു. അതിൽ ഒരു സംഭവം കൂടി ഞാൻ പറയാം രാധാകൃഷ്ണ. അതായത് ഞാൻ സെക്കൻഡ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നടന്ന കോളേജ് ഇലക്ഷനിൽ SFI, KSU, ABVP 3 ശക്തികളായിട്ട് തന്നെയാണ് മത്സരം. SFI ആ കോളേജിൽ പരാജയപ്പെടും. വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും SFI, ഞാനന്ന് എനിക്കൊരു ചുവന്ന ഷർട്ട് ഉണ്ടായിരുന്നു, നല്ല ചുവന്ന നിറത്തിലുള്ള ഒരു ഷർട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ആ ഷർട്ട് ധരിച്ചാണ് ഇലക്ഷൻ ദിവസം കോളേജിലേക്ക് പോയത്. അത്രയധികം പ്രകടനാത്മകത ഉണ്ടായിരുന്നു എന്നർത്ഥം. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു, വൈകുന്നേരം വോട്ടെണ്ണാൻ വേണ്ടി തുടങ്ങി. വോട്ടെണ്ണുമ്പോൾ ഓരോ ചെയർമാൻ സ്ഥാനം, UUC സ്ഥാനങ്ങളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടു. അതൊക്കെ KSUവിനായി. പിന്നീട് എവിടെ നിന്നാണെന്നറിയില്ല, പെട്ടെന്ന് ഞങ്ങൾ SFIക്കാരുടെ കൂട്ടത്തിൽ കുറെ ആളുകൾ അക്രമാസക്തരാകുകയാണ്. അവര് കല്ല് പെറുക്കിയെടുക്കുന്നു, വോട്ടെണ്ണുന്ന ക്ലാസ്സിന് നേരെ കല്ലെറിയുകയാണ്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു നീക്കം. അപ്പൊ പിന്നീട് എനിക്കറിയാൻ സാധിച്ചു അതൊരു സംഘടിതമായ നീക്കമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള നിലയ്ക്ക് അത് എന്നെ വല്ലാതെ ബാധിച്ചു. ഇതെന്താണ് ഇങ്ങനെ ഒരു ഏർപ്പാട് എന്നുള്ളത്. അത് SFIയോടുള്ള വിരക്തിക്കൊരു കാരണമായി മാറി. മറ്റൊന്ന് എന്റെ ഗ്രാമത്തിൽ നടന്ന കാര്യമാണ്. എന്റെ ഗ്രാമം പെരിഞ്ചേരി, രാധാകൃഷ്ണൻ നേരത്തെ പറഞ്ഞു, പക്ക ഒരു കമ്മ്യൂണിസ്റ്റ് ആധിപത്യ ഗ്രാമമാണ്. അവിടെ ഒരു വായനശാലയുണ്ട്. ഞാൻ പ്രീ ഡിഗ്രി കാലം മുതൽ തന്നെ വായനശാലയിൽ സ്ഥിരമായി പോകും, ധാരാളം വായിക്കും, പത്രങ്ങൾ വായിക്കും, വാരികകൾ വായിക്കും. അപ്പൊ അങ്ങനെ ആ വായനശാലയുടെ ഭരണസമിതിയിലെ ആ ഗ്രാമത്തിലെ പ്രമുഖരായ, രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവരും ഉള്ളവരുമായിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ട ഒരു ഭരണസമിതിയായിരുന്നു. ആ ഭരണസമിതി ഒരു ഘട്ടത്തിൽ, ഞാനിപ്പോ ആ സമയത്ത് അവിടെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കലാ സംഘടനയുടെ ദീപ്തി ആർട്ട് സെന്റർ എന്നാണ് പറയാ, അതിന്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. പിന്നെ അത് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ്. ആ സമയത്ത് ഈ വായനശാലയുടെ ഭരണസമിതി പൂർണ്ണമായും പാർട്ടിയുടെ പിടിയിലേക്ക് വരാൻ വേണ്ടി അവർ സംഘടിതമായി വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുകയും ഒരു പരിധിവരെ ഉന്തും തള്ളുവരെയൊക്കെ ഉണ്ടായി ആ സമയത്ത്. ഇതിന് ഞാൻ ദൃക്സാക്ഷിയാണ്. അതും എന്റെ മനസ്സിനെ സ്വാധീനിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തിനാണ് ഈ ഒരു സമീപനം? അപ്പൊ ഇത്തരം ചില സംഭവം, എനിക്ക് വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ആയി അങ്ങനെ നമ്മുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഈ പറയുന്ന രീതിയിലുള്ള സംഘടനാ രീതി, സമീപനം ശരിയല്ലല്ലോ എന്ന് എന്നോട് മനസ്സ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഞാൻ അവിടെയുള്ള പാർട്ടി ഓഫീസിലൊക്കെ സ്ഥിരം സന്ദർശകനാണ്. പിന്നീട് ഓഫീസിൽ പോവാതെയായി. SFIയുടെ കാര്യങ്ങളിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഒട്ടും പങ്കെടുക്കാതെയായി. അങ്ങനെയാണ് ഞാൻ മെല്ലെ 1982 അതായത് 82 ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ അന്ന് ഇരിട്ടി താലൂക്ക് പ്രചാരക, നേരത്തെ പറഞ്ഞ സുരേന്ദ്രേട്ടൻ കാര്യവാഹ, അന്ന് നമ്മുടെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഇപ്പൊ ജന്മഭൂമിയുടെ ഒക്കെ എഡിറ്ററായിട്ടൊക്കെ വന്നിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട K. കുഞ്ഞിക്കണ്ണേട്ടൻ. ആ കുഞ്ഞിക്കണ്ണേട്ടൻ അന്ന് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് പേരാവൂർ നിയോജകമണ്ഡലത്തിൽ മത്സരിച്ചു. ആ പേരാവൂർ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുമ്പോ അതിന് വലിയൊരു കോൺട്രിബ്യൂഷൻ മാഷിന്റെ ഭാഗത്ത് നിന്ന് ചെറുപ്പമാണെങ്കിലും ഉണ്ടായിരുന്നല്ലോ, അത് പറയാമോ? അതെ, തീർച്ചയായിട്ടും. അതാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനങ്ങളിലേക്കുള്ള എന്റെ ചുവടുമാറ്റം അവിടെയാണ് തുടങ്ങുന്നത്. കമ്മ്യൂണിസത്തിൽ നിന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് പൂർണ്ണമായും ഞാൻ മനസ്സുകൊണ്ട് അകന്ന് ഇത് എനിക്ക് ചേരില്ല, അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ല എന്നൊക്കെയുള്ള തിരിച്ചറിവിൽ നിന്ന് ഇനി എന്ത്, നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയ ബോധമുണ്ട്. ആ രാഷ്ട്രീയ ബോധം തന്നെയാണ് പിന്നീട് BJPയിലേക്ക് എന്റെ കാലുകളെ എത്തിച്ചത്. അപ്പൊ അത് രാജേട്ടൻ സൂചിപ്പിച്ചതുപോലെ 82 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മുന്നണികൾ മത്സരിക്കുന്നു. അതിനിടയിൽ മൂന്നാം കക്ഷിയായി ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്ന ഒരു ചിത്രം അവിടെ രൂപപ്പെട്ടു വന്നു. അപ്പൊ സ്ഥാനാർത്ഥി കുഞ്ഞിക്കണ്ണേട്ടൻ. അപ്പൊ കുഞ്ഞിക്കണ്ണേട്ടനെ എനിക്കറിയില്ല, BJPയെ കുറിച്ച് കൂടുതൽ അറിയില്ല. ആകെ അറിയുന്നത് ഗോകുൽദാസിനെയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗോകുൽദാസിനെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനും ഗോകുൽദാസും ഒക്കെ എനിക്കും താല്പര്യമുണ്ട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് BJPയുടെ പ്രവർത്തനം നടത്തണം, ഞാനും ഉണ്ടടാ അതിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗോകുൽദാസിനോടൊക്കെ ചേർന്ന് രാത്രിയിൽ ഞങ്ങൾ വീട്ടില്, അച്ഛനും ഒന്നും അറിയാതെ, അച്ഛനൊന്നും കമ്മ്യൂണിസ്റ്റ് അനുഭാവി തന്നെയാണ്. ഇടക്കാലത്ത് പാർട്ടിയുടെ സജീവ പ്രവർത്തനം അച്ഛൻ അവസാനിപ്പിച്ചു, പിന്നെ ഒരു അനുഭാവി മാത്രമായി മാറി. ഇടക്കാലത്ത് കോൺഗ്രസ്സുകാരുടെ പിന്തുണയോടെ പാർട്ടിയിൽ നിന്ന് അകന്നു. പിന്നെ കോൺഗ്രസ്സുകാർ പിന്തുണയോടുകൂടി സ്വതന്ത്രനായിട്ട് അച്ഛൻ മത്സരിച്ചു, പഞ്ചായത്തിലേക്ക് പരാജയപ്പെട്ടു. പക്ഷെ വീണ്ടും അച്ഛൻ പഴയ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി തന്നെ തുടർന്നു. അപ്പോഴാണ് ഞാൻ ഈ BJPയിലേക്കുള്ള എന്റെ ചുവടുമാറ്റം. അപ്പോ ഗോകുൽദാസും ഞാനും കൂടെ രാത്രിയിൽ എന്ത് ചെയ്യുന്നറിയാമോ, ഈ പരീക്ഷയ്ക്ക് എഴുതുന്ന വലിയ വെള്ള പേപ്പർ ഞങ്ങൾ കൂടുതലായിട്ട് വാങ്ങിച്ച് മഷി, പേനയിൽ നിറയ്ക്കുന്ന മഷി പേപ്പർ കൊണ്ട് ചെറിയ ബ്രഷ് പോലെ ഉണ്ടാക്കി
ആ ബ്രഷ് കൊണ്ട് ഈ പരീക്ഷ എഴുതുന്ന പേപ്പറിൽ താമര വരും. താമര ഇന്നത്തെ നമ്മുടെ BJP നമ്മുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയൊന്നും അല്ല വരയ്ക്കുക. ക്ലാസ് മുറിയിൽ അധ്യാപകൻ താമര വരച്ച് പഠിപ്പിക്കുമല്ലോ. ഇങ്ങനെ ഒരു റ എന്ന് മുകളിലേക്ക് ഇങ്ങനെ ധ എന്ന് എഴുതുന്ന പോലെ എഴുതി അതിലിങ്ങനെ ഇതളുകളൊക്കെ വരയ്ക്കുന്ന രീതിയിലുള്ള താമരയാണ് ഞങ്ങൾ അന്ന് വരച്ചത്. അങ്ങനെ താമര വരച്ച് ഞങ്ങളുടെ പ്രദേശത്തുള്ള കടത്തിണ്ണകളിലൊക്കെ ഞങ്ങൾ ഒട്ടിക്കാൻ തുടങ്ങി. അപ്പൊ സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആധിപത്യ ഗ്രാമമാണ്, BJPക്ക് വേണ്ടിയുള്ള പ്രചരണം, ഇത് ആര് നടത്തുന്നു എന്നുള്ള ഗവേഷണം അവർ നടത്തി തുടങ്ങി. 4-5 ദിവസം കൊണ്ട് ഞങ്ങൾ പിടിക്കപ്പെട്ടു. ഞങ്ങളെ കാത്തിരുന്നവര് ഇതാരാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ പിടിച്ചു. അത് ഇന്ന ആളുകളൊക്കെയാണല്ലേ, സദാനന്ദൻ, ഗോകുൽദാസ്, ശരി മക്കളെ എന്നൊക്കെയുള്ള നിലയ്ക്ക് അവർ മനസ്സിൽ എന്തൊക്കെയോ കുറിച്ചിട്ട് കാണും. പിന്നെ അവർ പിടിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കൂടുതൽ ധൈര്യമായി. പിന്നെ കുഞ്ഞിക്കണ്ണേട്ടന്റെ ഒരു സന്ദർശനമൊക്കെ ഉണ്ടായിരുന്നു, സ്ഥാനാർത്ഥിയുടെ സന്ദർശനം. അന്ന് ഞങ്ങൾ ഈ 2 രൂപയുടെ കണ്ണൂർ ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതനായ നേതാവും അതുപോലെ തന്നെ സംഘത്തിന്റെ പഴയ താലൂക്ക് കാര്യവാഹ് എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ് നമ്മുടെ പന്നിന്നൂർ ചന്ദ്രേട്ടൻ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രഗത്ഭനായ, എനിക്ക് തോന്നുന്നു എടുത്തു പറയത്തക്ക തലയെടുപ്പുള്ള ഒരു നേതാവ്. ഞാനും വളരെ അടുത്ത് ഇടപഴകിയിട്ടുള്ള ആളാണ്. അവിടെ പ്രചാരകയായിരുന്ന കാലയളവിൽ അദ്ദേഹം പ്രചാരകയായിരുന്നു. വളരെ അതിദാരുണമായ രീതിയിലാണ് മാർക്സിസ്റ്റുകാർ അദ്ദേഹത്തെ കൊല ചെയ്തത്. അപ്പൊ പന്നിന്നൂർ ചന്ദ്രേട്ടൻ, ജയകിഷൻ മാസ്റ്റർ, നമ്മുടെ കൂത്തുപറമ്പ് പഴയ താലൂക്ക് കാര്യവാഹായ കമ്മ്യൂണിസ്റ്റുകാർ കൊലപ്പെടുത്തിയ രാജൻ ചേട്ടൻ, ഞാൻ മനസ്സിലാക്കുന്നത് അവരൊക്കെ ആയിട്ട് വലിയ ആത്മബന്ധം ആ കാലയളവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പന്നിന്നൂർ ചന്ദ്രേട്ടന്റെ മരണമൊക്കെ നമ്മുടെ സംഘടനയെ പിടിച്ച് ആടി ഉലച്ച ഒരു ഘട്ടമായിരുന്നു. കാരണം പ്രത്യേകിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുന്ന ചില ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ സ്വാഭാവികമായും ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളാണ് അങ്ങ്. അപ്പൊ അതിനെക്കുറിച്ച് ആ സംഭവ വികാസങ്ങളിൽ അതിനെ നമ്മൾ അതിജീവിച്ച ആ രീതികളെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിലും സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും. അതില് പിന്നെ പന്നിന്നൂർ ചന്ദ്രേട്ടൻ, ഞാനന്ന് സംഘത്തിന്റെ കൂത്തുപറമ്പ് താലൂക്ക് കാര്യവാഹായിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിൽ പിന്നീട് 84-ൽ സംഘത്തിന്റെ ശാഖ ആരംഭിച്ചു ഞങ്ങളുടെ പ്രദേശത്ത്. 82 മുതൽ BJPയുടെ പ്രവർത്തനത്തിലുണ്ടായി. പിന്നെ 84-ൽ ശാഖ ആരംഭിച്ചപ്പോൾ പൂർണ്ണമായിട്ടും സംഘത്തിൽ മുഴുകി. പിന്നീട് സംഘത്തിലാണ് ഞാൻ കൂടുതലായിട്ട് പ്രവർത്തിച്ചത്. സംഘ ചുമതലയിൽ വന്നു. മുഖ്യശിക്ഷകായി, മണ്ഡൽ കാര്യവാഹായി, കൂത്തുപറമ്പ് താലൂക്കിന്റെ കാര്യവാഹകായി. ആ സമയത്താണ് കൂത്തുപറമ്പ് താലൂക്കിന്റെ തൊട്ട് രാധാകൃഷ്ണേട്ടൻ അതിന്റെ ഭൂമിശാസ്ത്രം അറിയാലോ, പാനൂർ താലൂക്ക്. ആ പാനൂർ താലൂക്കിലാണ് ചന്ദ്രേട്ടൻ. അപ്പോ കൂത്തുപറമ്പ് താലൂക്കിന്റെ കാര്യവാഹായിരിക്കുമ്പോഴേ പന്നിന്നൂർ ചന്ദ്രൻ എന്നിങ്ങനെ കേൾക്കുമായിരുന്നു. നേരിട്ടറിയില്ല ചന്ദ്രേട്ടൻ. പക്ഷെ ഈ താലൂക്ക് കാര്യവാഹ് എന്നുള്ള ചുമതല വഹിച്ചപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സംഘടനാ രംഗത്ത് ഞങ്ങൾ ഇടപഴകാൻ തുടങ്ങി. അപ്പൊ ചന്ദ്രേട്ടന്റെ ശരിക്കും അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഉണ്ടല്ലോ രാധാകൃഷ്ണേട്ട, ആരെയും കാണുന്ന ഒരാളെ തന്റെ ചൊൽപ്പടിക്ക് എന്ന് തന്നെ പറയാമല്ലോ, ഒരു വിധേയത്വം കൈവരുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ഒരു രീതിയാണ് ചന്ദ്രേട്ടന്റെ. അപ്പൊ ആ നിലയ്ക്ക് ചന്ദ്രേട്ടനെ പരിചയപ്പെടുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിന്റെ സംഘാടക കഴിവും മേന്മയും ഒക്കെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. അപ്പൊ കൂടുതൽ പിന്നെ ഞങ്ങൾ ഇടപഴകാൻ തുടങ്ങി. ധീരനായിരുന്നു ചന്ദ്രേട്ടൻ. ഓരോ പ്രദേശത്തും ഇപ്പൊ കണ്ണൂരിന്റെ മണ്ണ് നമുക്കറിയാമല്ലോ, ഒരുപാട് പിന്നെ സംഘർഷത്തിന്റെ അന്തരീക്ഷമുള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് സംഘപ്രവർത്തകർക്ക്, BJP പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരാൻ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചിരുന്ന നേതാവാണ് ചന്ദ്രേട്ടൻ. അതുപോലെ ജയകൃഷ്ണൻ മാഷ്. പിന്നെ എന്റെ ഈ സംഭവം നടന്നതിന് ശേഷമാണ് ചന്ദ്രേട്ടൻ കൊല്ലപ്പെടുന്നത്. എനിക്ക് നേരെ ഉണ്ടായ ആക്രമണം നടന്നത് 94-ലാണ്. ചന്ദ്രേട്ടൻ കൊല്ലപ്പെടുന്നത് 96-ലാണ്. അപ്പൊ എന്റെ നേരെ ഉണ്ടായ ഈ സംഭവത്തിന്റെ സമയത്തൊക്കെ ചന്ദ്രേട്ടൻ ആ പ്രദേശത്ത് നമ്മുടെ സംഘത്തിന്റെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്താൻ, അതിനെ തുടർന്ന് പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. നേരത്തെ രാധാകൃഷ്ണേട്ടൻ സൂചിപ്പിച്ചതുപോലെ സംഘപ്രചാരകനായിരുന്ന രാജേട്ടൻ, ആമ്പിലാടുള്ള രാജേട്ടൻ, അദ്ദേഹം ഒരു പീഡിക തൊഴിലാളിയായിരുന്നു. അദ്ദേഹം ജോലി ചെയ്യുന്ന പീടികയിൽ വന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇടവേള സമയത്ത് ചായ കുടിക്കാൻ പുറത്തിറങ്ങിയപ്പോഴാണ് പരസ്യമായി നടു റോഡിൽ വെച്ച് കഴുത്ത് വെട്ടിയാണ് അദ്ദേഹത്തെ കൊന്നത്. ഒറ്റ വെട്ടിന് കഴുത്ത് അറ്റ് തൂങ്ങുകയാണ്. അത്രയും പരിശീലനം ലഭിച്ച കൊലയാളികളായിരുന്നു. രാജേട്ടനെ വെട്ടിക്കൊന്നു. അത് കഴിഞ്ഞ് മോഹനേട്ടനെ വെട്ടിക്കൊന്നു. അദ്ദേഹം വക്കീൽ ഗുമസ്തനായിരുന്നു. വക്കീൽ ആഫീസിൽ രാവിലെ വന്ന് തുറക്കാൻ നേരത്ത് അവിടെ ഒളിച്ചിരുന്ന പ്രതികൾ ചാടി വീണ് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തി. ഇതൊക്കെ സംഭവിച്ചു. പിന്നീടാണ് ചന്ദ്രേട്ടന്റെ 96-ൽ ചന്ദ്രേട്ടന്റെ സംഭവം ഉണ്ടാകുന്നത്. ചന്ദ്രേട്ടൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ ആ നിലയ്ക്ക് വളരെയധികം പ്രത്യേകിച്ച് പാനൂർ മേഖലയിൽ പന്നിന്നൂർ ചന്ദ്രൻ, കണ്ടോത്ത് ചന്ദ്രൻ എന്നൊക്കെ പറയും അദ്ദേഹത്തെ. പന്നിന്നൂർ ചന്ദ്രൻ എന്നതുപോലെ തന്നെ ചന്ദ്രേട്ടൻ അറിയിക്കുന്ന മറ്റൊരു പേര് കണ്ടോത്ത് ചന്ദ്രൻ എന്നാണ്. അപ്പൊ ആ രീതിയിൽ ചന്ദ്രേട്ടൻ ജനകീയനായിരുന്നു. സംഘപ്രവർത്തകർക്ക്, സംഘപ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകർക്ക് വഴികാട്ടിയായിരുന്നു, നായകനായിരുന്നു, ധീരനായ മുന്നണി പോരാളിയായിരുന്നു. അപ്പൊ ആ ചന്ദ്രേട്ടന്റെ കൊലപാതകം
അത് അതിഭയങ്കരമായ ഒരു 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 അവസ്ഥ നമ്മളിൽ സൃഷ്ടിച്ചു. അത് ഈ ഒരു പൊതു ഇടത്ത് അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ലെങ്കിലും പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചന്ദ്രേട്ടൻ നഷ്ടപ്പെട്ടതോടുകൂടി നമ്മുടെ വലം കൈ നഷ്ടപ്പെട്ട ഒരു പ്രതീതി നമ്മുടെ പല കാര്യകർത്താക്കന്മാർക്കും ഉണ്ടായി. കാരണം ഏത് പ്രതിസന്ധിയെയും നെഞ്ചി വിരിച്ച് നേരിടുന്ന ഒരു ശൈലിയായിരുന്നു ചന്ദ്രേട്ടന്റെ. ആ ചന്ദ്രേട്ടനെ കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവർ ഏതറ്റം വരെയും പോകും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ സാധാരണ പ്രവർത്തകരിൽ വളരെ വലിയ ആത്മവിശ്വാസത്തിന് ഇടിച്ചിൽ സംഭവിച്ചു. നമ്മുടെ കാര്യകർത്താക്കന്മാരിൽ എന്തെന്നില്ലാത്ത ഒരു ആശങ്ക അവരുടെ മനസ്സിനെ സ്വാധീനിച്ചു. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ വളരെ നിർണായകമായ, ഒരുപക്ഷെ പലരും അത് അറിയുന്നുണ്ടാവില്ല, ഒരു നിർണായകമായ ഒരു ബൈഠക്ക് മാന്യ സേതുവേട്ടന്റെ നേതൃത്വത്തിൽ പാനൂർ കാര്യാലയത്തിൽ നടന്നു. ഞാനും അതിൽ പങ്കെടുത്തിരുന്നു. എന്റെ ഈ അവസ്ഥയിലാണെങ്കിലും ഞാൻ പിന്നെ കൃത്രിമ കാലുകളൊക്കെ വെച്ച് വീണ്ടും സംഘത്തിൽ സജീവമായി സംഘത്തിന്റെ ചുമതലയിൽ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. അന്ന് സഹകാര്യ ചുമതല ഉള്ളപ്പോഴാണ് എന്റെ നേരെ ആക്രമണം നടന്നത്. 6 മാസക്കാലത്തെ ചികിത്സയും ഒക്കെ കഴിഞ്ഞ് കൃത്രിമ കാലുമായി തിരിച്ചു വന്നപ്പോഴും ജില്ലാ സഹകാര്യവാഹ എന്ന ചുമതലയിൽ തന്നെ ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ ചന്ദ്രേട്ടന്റെ കൊലപാതകം മാന്യ സേതുവേട്ടൻ പങ്കെടുത്ത ബൈഠക്ക്. ആ ബൈഠക്കില് ഏതാണ്ട് 10-14 പേരാണ് പങ്കെടുത്തത്. 13 സേതുവേട്ടൻ കൂടാതെ, ഞങ്ങളൊന്നും കൂടാതെ ഒരു 13 പേര് പാനൂർ പ്രദേശത്തുള്ള ആളുകളാണ് പങ്കെടുത്തത്. ആ യോഗത്തിൽ ആ ബൈഠക്കിൽ സേതുവേട്ടൻ ഒരാശയം മുന്നോട്ട് വെച്ചു. ഒരു ചന്ദ്രനെ ഇല്ലാതാക്കുന്നതിലൂടെ ഈ പ്രദേശത്ത് സംഘപ്രസ്ഥാനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാം എന്നാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ അത് നമ്മൾ വിട്ടുകൊടുക്കില്ല, സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിൽ അനേകം ചന്ദ്രന്മാര് നമുക്കുണ്ടാകണം. ഒരു 12 പേര്, സേതുവേട്ടൻ വെച്ചൊരു സംഖ്യയാണ്, ഒരു 12 പേര് ഈ രീതിയിൽ ചന്ദ്രേട്ടന്റെ വിടവ് നികത്താൻ പൂർണ്ണ സമയം ഒരു 6 മാസമെങ്കിലും പാനൂർ ഭാഗത്ത് 12 പേര് രംഗത്ത് വരണം, പൂർണ്ണ സമയം പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആരൊക്കെ ഉണ്ടാകും എന്ന് ചോദിച്ചു. പേരെഴുതാൻ തുടങ്ങി. അവരെ പങ്കെടുത്ത ഓരോരുത്തരുടെയും പേരുകൾ എഴുതി. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇപ്പൊ ജയകൃഷ്ണൻ മാഷാണ് തൊട്ടടുത്ത്, സേതുവേട്ടന്റെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു. പിന്നെ അന്ന് സംഘത്തിന്റെ ജില്ലയുടെ ചുമതലപ്പെട്ട മറ്റു കാര്യകർത്താക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ പേരുകളെല്ലാം എഴുതി കഴിഞ്ഞു. 12 ആയപ്പോ ശരി എന്ന് സേതുവേട്ടൻ പറഞ്ഞു. അപ്പോ ജയകൃഷ്ണൻ മാഷാണ് പേരെഴുതുന്നത്. അപ്പൊ ആ സമയത്ത് ജയകൃഷ്ണൻ മാഷ് സേതുവേട്ടനെ ദയനീയമായി ഒന്ന് നോക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ആ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അപ്പോ എന്നാ ശരി, ഈ 12 പേര് അതിന്റെ പദ്ധതികളെ കുറിച്ച് സേതുവേട്ടൻ തുടങ്ങുന്നതിന് മുന്നേ ജയകൃഷ്ണൻ മാഷ് സേതുവേട്ടനെ താഴെ ഇരിക്കുകയാണ്, സേതുവേട്ടൻ കസേരയിൽ ഇരിക്കുകയാണ്. സേതുവേട്ടൻ ഇങ്ങനെ തോണ്ടി വിളിക്കുകയാണ്. എന്താ എന്ന് ചോദിച്ചു ജയകൃഷ്ണൻ. എന്താ? അപ്പൊ ജയകൃഷ്ണൻ മാഷ് പറയാണ്, സേതുവേട്ട ഒരു പേര് കൂടെ ഇതിൽ ചേർക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ സേതുവേട്ടൻ ഒന്നും പറയാതെ അദ്ദേഹത്തെ ഒന്ന് നോക്കി. അപ്പൊ ചിരിച്ചു. അപ്പോ ഏതാണ് ആ പേര് എന്ന് സേതുവേട്ടൻ തിരിച്ചു ചോദിച്ചു. അല്ല, ഞാൻ എഴുതിക്കോട്ടെ എന്നിട്ട് പറയാം എന്ന് പറഞ്ഞു. ആ ശരി, എന്നാ എഴുതൂ എന്ന് പറഞ്ഞു. എഴുതിച്ചു. എന്നിട്ട് സേതുവേട്ടൻ ശരി കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. സേതുവേട്ടൻ അത് വാങ്ങി KT ജയകൃഷ്ണൻ എന്ന് വായിക്കുകയാണ്. സത്യത്തിൽ അതൊക്കെ ഓർക്കുന്ന സമയത്തുണ്ടല്ലോ മനസ്സ് വല്ലാതെ വിങ്ങുകയാണ് രാധാകൃഷ്ണൻ. അത്രയധികം അദ്ദേഹം അധ്യാപകനായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ 12 പേര് മതി എന്ന് സേതുവേട്ടൻ പറഞ്ഞു. ഒരു പേര് കൂടെ ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചേർക്കാനുള്ള അനുവാദം കിട്ടി. സ്വന്തം പേര് എഴുതി ചേർത്തുകൊണ്ട് ഈ പ്രവർത്തനത്തിലേക്ക് വന്നു. ഒരു പക്ഷേ ആ സമയത്തുള്ള ജയകൃഷ്ണൻ മാഷിന്റെ പ്രവർത്തനമാണ് ചന്ദ്രേട്ടന്റെ വിടവ് നികത്താൻ വേണ്ടിയുള്ള ഒരു പുതിയ പദ്ധതിയുടെ ആവിഷ്കർത്താവ്, അല്ലെങ്കിൽ അതിന്റെ പ്രയോഗവൽക്കരണത്തിൽ മുന്നിൽ നിന്ന ആൾ എന്നുള്ള നിലയ്ക്കാണ് ജയകൃഷ്ണൻ മാഷ് ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ വരാനുള്ള ഒരു കാരണം അതാണെന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുകയാണ്. അതിഗംഭീരമായിരുന്നു മാഷുടെ അതിനുശേഷമുള്ള പ്രവർത്തനം. അങ്ങനെ ജയകൃഷ്ണൻ മാഷയും അവര് കൊല്ലുകയാണ് ഉണ്ടായത്. അതിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ, ധാരാളം ഓർമ്മകളുണ്ട് മാഷയെ സംബന്ധിച്ച്. ഞാനും മാഷും ഞങ്ങളന്ന് അയോധ്യ പ്രശ്നം ഉണ്ടായ സമയത്ത് സംഘത്തെ നിരോധിച്ചിരുന്നല്ലോ. അന്ന് റൂട്ട് മാർച്ച്, വിജയദശമിക്ക് റൂട്ട് മാർച്ച് നിശ്ചയിച്ചു. ആ റൂട്ട് മാർച്ചിൽ പഥസഞ്ചലനം നിശ്ചയിച്ചു. പക്ഷെ അന്ന് അനിൽകുമാർ അവിടെ SP ആണ്. അദ്ദേഹം റൂട്ട് മാർച്ചിന് പഥസഞ്ചലനത്തിന് എല്ലാവരെയും സംബന്ധം ചെയ്ത് നിർത്തിയ സമയത്തേക്ക് അതിന് വേഗം വന്നിട്ട്, അന്ന് നമ്മുടെ വത്സൻ തില്ലങ്കേരിയുണ്ട്, അന്ന് ജില്ലാ ശാരീരിക ശിക്ഷ ചുമതല വഹിച്ചിരുന്ന രഞ്ജിയേട്ടനുണ്ട് തലായിലുള്ള, പിന്നെ നമ്മുടെ ജില്ലാ പ്രചാരകമായിരുന്ന രവിയേട്ടൻ ഉണ്ടായിരുന്നു, വിഭാ പ്രചാരകം ഉണ്ടായിരുന്നു. ജില്ലാ പഥസഞ്ചലനമാണ്. കാര്യകർത്താക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ സംഘത്തിന്റെ പ്രാന്തീയ ചുമതലയുള്ള PP സുരേഷ് ജി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇന്ന് BMSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന MP രാജീവേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ണൂരിലെ എല്ലാ പ്രമുഖ കാര്യകർത്താക്കന്മാരും ഉണ്ട്. അപ്പൊ അനിൽകുമാർ വന്നിട്ട് സംസാരിക്കുകയാണ്, നിങ്ങൾ പഥസഞ്ചലനം നടത്തരുത്. അപ്പൊ അവിടെ ചെറിയൊരു തർക്കം ഉടലെടുത്തു.
അപ്പൊ എന്താ കാരണം, നടത്താതിരിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അത് ഞങ്ങളുടെ ഒരു ഓർഡറാണ്. അതെങ്ങനെയാ നിങ്ങൾക്കൊരു ഓർഡർ ഉണ്ടാക്കാൻ സാധിക്കുക, ഞങ്ങളിത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്, നിരോധനമുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ, 154 ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് തർക്കം നടക്കുന്നതിനിടയിൽ ഞങ്ങള് നമ്മുടെ ജില്ലാ ശാരീരിക പ്രമുഖ് സാവധാൻ എന്നൊരു ആജ്ഞയും പ്രചല എന്നൊരു ആജ്ഞ കൊടുക്കുകയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. പോലീസ് വലിയ ഒരു മതില് പോലെ സൃഷ്ടിച്ച് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പദസഞ്ചലനം തടയാൻ വേണ്ടി. അതൊക്കെ തള്ളി മാറ്റി ഞങ്ങൾ പദസഞ്ചലനം മുന്നോട്ട് പോയി. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സഞ്ചലനം സമാപിക്കേണ്ടത്. പക്ഷേ പഴയ ബസ് സ്റ്റാൻഡിലുള്ള അവിടെയുള്ള ആ സ്റ്റേഡിയം രാധാകൃഷ്ണൻ അറിയാമല്ലോ, ആ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പദസഞ്ചലനം ആരംഭിച്ചത്. സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് പഴയ ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോഴേക്കും പോലീസുകാർ കുറുകെ ചാടി പദസഞ്ചലനം തടഞ്ഞു. അവിടെ വീണ്ടും സംഘർഷമുണ്ടായി, ചെറിയ തോതിലുള്ള പിടിവലിയും ഒക്കെ ഉണ്ടായി, ചെറിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ പോലീസുകാരൊക്കെ വന്ന് ഞങ്ങളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത്, ജയകൃഷ്ണൻ മാഷ് ഉൾപ്പെടെ ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്ത്, ഞങ്ങൾക്ക് അറസ്റ്റ് വരിച്ചു. ഞങ്ങളന്ന് 117 പേരെയോ മറ്റാണെന്ന് അറസ്റ്റ് ചെയ്തത്. ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ കഴിയുന്നത്, പിറ്റേന്ന് ജാമ്യമൊക്കെ എടുത്ത് പുറത്തു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജയകൃഷ്ണൻ മാഷ് ഈ കേസിന്റെ വിചാരണക്കിടയിൽ ഒരിക്കൽ ജയകൃഷ്ണൻ മാഷ് വിചാരണക്ക് വൈകി വന്നു. വിചാരണ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂട്ടിൽ കയറി പേരുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ജയകൃഷ്ണൻ മാഷില്ല. എല്ലാവർക്കും ടെൻഷനായി. അപ്പോഴേക്കും മാഷ് ഓടിക്കിതച്ച് കൂട്ടിന്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് പിന്നെ മാറ്റിവെച്ചു. കോടതിയിലെ രീതി അങ്ങനെയാണല്ലോ. ഇറങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ചു മാഷോട്, മാഷെ നിങ്ങൾ വല്ലാതെ ടെൻഷൻ അടിപ്പിച്ചല്ലോ ഞങ്ങളെയൊക്കെ. അപ്പൊ ജയകൃഷ്ണൻ മാഷ് പറയാണ്, മാഷെ സത്യത്തിൽ ഇന്ന് ഞാൻ സ്കൂളിൽ പരീക്ഷ നടക്കാൻ, ഓണപരീക്ഷ, ഈ നമ്മുടെ പാദവാർഷിക പരീക്ഷ നടക്കാൻ. അപ്പൊ പരീക്ഷയ്ക്ക് ഇന്ന് കണക്കായിരുന്നു വിഷയം. അപ്പൊ കണക്ക് വിഷയമായതുകൊണ്ട് ഞാനാണ് കണക്കെടുക്കുന്നത്. എന്തെങ്കിലും സംശയം കുട്ടികൾക്ക് ഉണ്ടാകുമോ എന്നതുകൊണ്ട് ഞാൻ സ്കൂളിൽ തന്നെ നിന്നു. ഞാൻ ലീവാണ് സ്കൂളിൽ, പക്ഷേ ഈ കണക്ക് പരീക്ഷ നടക്കുന്നത് കൊണ്ട് ചോദ്യക്കടലാസിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ നിന്നതാണ്. കോടതിയിൽ എത്ര നിന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഒരു അല്പം വൈകിപ്പോയത്, ക്ഷമിക്കണം മാഷെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നോക്കൂ, സ്വന്തം ജോലിയോട് പരമാവധി ആത്മാർത്ഥത പുലർത്തി ലീവ് എടുത്ത് കുട്ടികളുടെ പരീക്ഷയാണ്, സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കണം, എന്നാൽ കോടതിയിൽ ഹാജരാവുകയും വേണം. ഈ ഒരു അവസ്ഥയിൽ അതും തീർത്ത് ഓടിക്കിതച്ച് കോടതിയിലേക്ക് വരികയാണ് ജയകൃഷ്ണൻ മാഷ്. അത്തരത്തിൽ ആത്മാർത്ഥതയുടെ ഒരു പ്രതിരൂപം തന്നെയായിരുന്നു ജയകൃഷ്ണൻ മാഷ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് ഓർമ്മകളുണ്ട് രാധാകൃഷ്ണൻ അതുമായി. ഏതായാലും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ പൊതുവായ കണ്ണൂർ ജില്ലയുടെ രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഒരു സൗമ്യമായ മുഖമാണ് സദാനന്ദ മാഷിന്റെ മുഖം. ഒരു വേറിട്ട മുഖമാണ്, എല്ലാ ആളുകളും അംഗീകരിക്കുന്നതാണ്. അവിടെയാണ് 1994 ജാനുവരി മാസം 23-ാം തീയതി രാത്രി 8:30 മണിക്ക് 25 അല്ലെ, ജനുവരി 25 രാത്രി 8:30 മണിക്ക് ആ ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുന്നു. അതൊരു ഭയാനകമായിരുന്നു. കാരണം നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ കണ്ണൂർ ജില്ലയിൽ എന്നും നടത്തിയിട്ടുള്ള വളരെ പൈശാചികമായ അപകടകരമായ രാഷ്ട്രീയം, അതിന്റെ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് എന്റെ പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർ. വേദനയോട് കൂടിയാണെങ്കിലും ഇത് പൊതുസമൂഹം അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് അതിനെ സ്പർശിക്കാതെ പോകാതിരിക്കാൻ നിർവാഹമില്ല. 100% ഹൃദയത്തിൽ സ്വയം സേവകത്വം പേറി. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ മട്ടന്നൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പുരുഷുക്ക് ഉൾപ്പെടെയുള്ള അവിടുത്തെ ഏരിയ സെക്രട്ടറിക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ, അവർ നടത്തിയ വലിയൊരു ഗൂഢാലോചന. ആ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഞങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മളിപ്പോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് കൂടിയായ സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ആ സൗമ്യമായ മുഖത്തെ തകർക്കുന്നതിന് വേണ്ടി, ഇപ്പൊ ടി.പി. ചന്ദ്രശേഖരനെയൊക്കെ കൊലപ്പെടുത്തിയതുപോലെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി 2 കാലും വെട്ടിമാറ്റുകയാണ് ഉണ്ടായത്. എന്നോട് പിന്നീട് M.T. രമേശ് പറഞ്ഞു, സദാനന്ദൻ മാസ്റ്റർ വാഹനത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോ സദാനന്ദൻ മാസ്റ്റർ ആ വാഹനത്തിൽ വെച്ച് പാടിയത് മുഴുവൻ ഗണഗീതമായിരുന്നു എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു സ്വയം സേവകൻ എന്ന നിലയ്ക്ക് എന്റെ മനസ്സ് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക്, നമ്മുടെ ആദർശത്തിന്റെ എന്തോ നമുക്കൊരിക്കലും അളക്കാൻ കഴിയാത്ത ഒരു സംവിധാനത്തിലേക്കായിരുന്നു അങ്ങ് അറിഞ്ഞോ. ആ സമയത്ത്
എങ്ങനെയാണത് വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു എല്ലാവർക്കുമുള്ള ആദർശത്തിൽ അല്ലെങ്കിൽ ആദർശ പ്രേരിതമായ ആളുകൾ സ്ഫുടം ചെയ്തെടുത്ത ആദർശം, അത് ഹൃദയത്തിൽ പേര് വരുന്ന എല്ലാവർക്കും ഉണർവും ഉന്മേഷവും നൽകുന്ന ഈ മഹത്തായ പ്രത്യയശാസ്ത്രത്തെ പേര് കൊണ്ടായിരുന്നു അങ്ങ് ഗണഗീതം പാടി അങ്ങനെ മുന്നോട്ട് പോയത്. അതിൽ സൂചിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കാം. ചെയ്യാം സാർ. എനിക്കത് പലരും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്, മാഷെ എങ്ങനെയാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത്, മാഷ് എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്. അപ്പൊ ഞാൻ അവർക്ക് അവരുടെ ഇത്തരം ചില ഘട്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എങ്ങനെ നമുക്കത് നമ്മുടെ നമുക്ക് ഊർജമായി മാറ്റാം. ഇപ്പൊ മോദിജി തന്നെ പറയുന്നുണ്ടല്ലോ, ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുക എന്നുള്ളത്. അപ്പൊ ആ ഒരു ആശയം നേരത്തെ സ്വാഭാവികമായി നമ്മുടെ സംഘത്തിലൂടെ ലഭിക്കുന്നത് തന്നെ അതാണല്ലോ. ഓരോ സന്ദർഭത്തിലും നമുക്ക് വന്നുപെടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ ആവശ്യമായ മാനസിക ബലം നൽകുന്ന ഒരു ആദർശം, അതാണ് സംഘത്തിന്റെ ആദർശം എന്ന് പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും സംഘത്തിന്റെ ബൗദ്ധിക കാര്യക്രമത്തിന്റെ ശാസ്ത്രീയതയാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം സംഘസ്ഥാനിൽ നമ്മൾ പാടുന്ന പാട്ടുകൾ അനവധി. ഇപ്പൊ ഞാൻ അത്യാവശ്യം എനിക്ക് ഗണഗീതങ്ങൾ പാടിക്കൊടുക്കുന്നതിന് വലിയ താല്പര്യമാണ്. ഇപ്പൊ നമ്മൾ സഹലൊക്കെ നടക്കുമ്പോൾ ധാരാളം പാട്ടുകൾ, ഗീതങ്ങൾ ഇങ്ങനെ നമ്മൾ നടന്ന് സഹല് നടക്കുമല്ലോ, ആ സമയത്ത് ഗണഗീതങ്ങൾ വരിക ഹിന്ദു സോദര വിരവിലൈക്യ വീതിയിൽ എന്നൊക്കെ ആവേശപൂർവ്വം ചൊല്ലിക്കൊടുത്തൊക്കെ ഓർമ്മ എനിക്കുണ്ട്. അതുപോലെ ചില മണ്ഡലത്തിന്റെയോ താലൂക്കിന്റെയോ ഒക്കെ പൊതുപരിപാടിയിൽ വ്യക്തിഗീതം ഞാൻ ആലപിച്ചിട്ടുണ്ട്. എന്നെ വ്യക്തിഗീതം പാടാൻ വേണ്ടി ആദ്യമായി എന്നെ എടുത്ത്, അതായത് എന്നെ സെലക്ട് ചെയ്ത് ആ വ്യക്തിഗീതം പഠിപ്പിക്കാൻ വേണ്ടി എന്നെ പഠിപ്പിച്ചത് നേരത്തെ പറഞ്ഞ രാജേട്ടനാണ്. എന്റെ സംഭവത്തിന് ശേഷം കൊല ചെയ്യപ്പെട്ട രാജേട്ടൻ, ആമ്പിലാട് രാജേട്ടൻ, അദ്ദേഹമൊക്കെ ഒരിക്കൽ എന്നോട് പറയേണ്ട ഈ കാര്യാലയത്തിൽ ഇരുന്നിട്ട്, എന്നെ ഇപ്പൊ ഞാൻ സദാനന്ദ മാഷാണെങ്കിലും ആ കാലത്ത് ഞാൻ അറിയപ്പെട്ടിരുന്നത് സദു എന്ന പേരിലാണ്. സദു, പിന്നെ സദു മാഷായി, ഇപ്പൊ സദാനന്ദൻ മാഷ്, സദു മാഷ് അങ്ങനെയൊക്കെ വിളിക്കുന്നു. അപ്പൊ സദു എന്നാണ് എന്നെ വിളിക്കുക. അപ്പൊ കാര്യാലയത്തിൽ ഒരിക്കലും ഇങ്ങനെ ഇരിക്കുമ്പോ രാജേട്ടൻ പറയാണ്, എടാ സദു, എന്താ ഈ സംഘം? അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താ അദ്ദേഹം ചോദിച്ചത്. എന്തരായിട്ടാ? അല്ല, സംഘം എന്ന് പറഞ്ഞാൽ എന്താ, നീ എന്താ പറയാ? ഞാനാകെ പരിങ്ങി, എന്താ രാജേട്ടൻ എന്തുത്തരം പറയുന്നത്, സംഘം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഞാൻ പറഞ്ഞു, രാജേട്ടൻ തന്നെ പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ രാജേട്ടൻ പറയാണ്, ഞാൻ ഇപ്പൊ നിന്റെ കൈ പിടിച്ചിട്ട് എന്താ വാടാ നമുക്ക് കിണറ്റിൽ പോയി ചാടാം എന്ന് പറഞ്ഞ നീ എന്റെ കൂടെ വരില്ലേ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരും. അതാണ് സംഘം. രാജേട്ടന്റെ നിർവചനം അതാണ്. എനിക്കതൊക്കെ ഓർക്കുമ്പോ രാജേട്ടന്റെ ആ ഒരു മുഖം എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. അപ്പൊ അതാണ് സംഘം എന്ന് വെച്ചാൽ ആ ഒരു ആത്മബന്ധത്തിന്റെ, ആദർശത്തിന്റെ കരുത്തിന്റെ, വരൂ എന്ന് വിളിക്കുമ്പോൾ ഇറങ്ങി വരാനുള്ള മനോഭാവത്തിന്റെ ഒക്കെ ഒരു ഉജ്ജ്വലമായ അനുഭവമാണ് സംഘത്തിൽ നിന്ന്. ആ കൂട്ടത്തിലുള്ള അനുഭവമാണ് ഈ ഗണഗീതങ്ങൾ ചൊല്ലുന്നതിലൂടെ. രാജേട്ടൻ അന്ന് എന്നെ പഠിപ്പിച്ച ഗീതം ഞാൻ രാധാശേട്ടൻ രണ്ടുപേരും ഇവിടെ ആലപിക്കാലോ അല്ലെ ആ ഗീതം. രാജേട്ടൻ എന്നെ അന്ന് ആദ്യമായിട്ട് പഠിപ്പിച്ച ആ ഗീതം, സത്യജ്ഞാന ദേവി തവ ചരണേ പ്രാണസമർപ്പണമേ ഗീതാ ധ്യേയം നീതാൻ പദവും നീതാൻ നീതാനാണേ പദദർശി സത്യജ്ഞാനദേവി തവ ചരണേ പ്രാണസമർപ്പണമേ ഗീതാ. ഇതായിരുന്നു ആ ഗീതം. അപ്പൊ സത്യത്തിൽ ഞാൻ ഇപ്പോ എന്തെന്നില്ലാത്തൊരു വീർപ്പൂട്ടൽ അനുഭവിക്കുകയാണ്. കാരണം സത്യജ്ഞാനദേവി തവ ചരണേ പ്രാണസമർപ്പണമേ ഗീതാം എന്ന് രാജേട്ടൻ എന്നെ പഠിപ്പിച്ചു. ഞാനത് പാടി. എന്നെ പഠിപ്പിച്ച രാജേട്ടൻ അദ്ദേഹത്തിന്റെ പ്രാണൻ ഈ സത്യജ്ഞാന ദേവിക്ക് വേണ്ടി സമർപ്പിച്ചു. നോക്കൂ, കാര്യാലയത്തിൽ ഇരുന്നു കൊണ്ട് എന്നോട് ഒരു ദിവസം ഉച്ചതിരിഞ്ഞൊരു 3 മണിക്ക് കാര്യാലയത്തിൽ വരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് വ്യക്തിഗീതം പഠിക്കാൻ. ആ ഗീതം രാജേട്ടൻ എടുത്ത ഗീതം അന്നൊന്നും അങ്ങനെ ഞാൻ കൊല്ലപ്പെടുമെന്ന് ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അപ്പൊ എങ്കിലും അറം പറ്റിയതുപോലെ എന്ന് നമ്മളെ പറയാറില്ലേ, അത് കഴിഞ്ഞ് പിന്നെ അധികകാലം വേണ്ടി വന്നില്ല രാജേട്ടന്റെ പ്രാണൻ സമർപ്പിക്കാൻ വേണ്ടി. എന്ന് വെച്ചാൽ അത് മറ്റൊരർത്ഥത്തിലല്ല. അപ്പൊ ആ ഒരു വീർപ്പുമുട്ടൽ ഞാൻ അനുഭവിക്കുന്നു എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ നമുക്ക് ഈ രീതിയിൽ പ്രേരണ നൽകാൻ കഴിയുന്ന അനേകം ഗീതങ്ങൾ ഞാൻ പഠിച്ചിരുന്നു. അപ്പൊ ഒരു പക്ഷെ ഞാൻ അറിയില്ല, ഞാൻ പിന്നീടാണ് എന്നോടും പറയുന്നത് പലരും മാഷ് ആംബുലൻസിൽ ഇരുന്ന്
ഇടക്കൊന്ന് ഛർദ്ദിച്ചു. അത് രമേശ് ജി കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അപ്പോഴെല്ലാവരും ഒന്ന് പേടിച്ചു. മാഷിന്റെ കാരണം ഈ ഈ അവസ്ഥയിൽ സംഭവ വികാസങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു 2 വർഷം കഴിഞ്ഞിട്ടായിരുന്നു മാഷിന്റെ വിവാഹം അല്ലേ? അതെ അതെ 2 വർഷം കഴിഞ്ഞ്. 2 വർഷം. അപ്പോ ഞാനപ്പോ ഇല്ല, മാഷിനോട് തന്നെ ഒരു വർഷം, തൊട്ടടുത്ത ഒരു വർഷം വർഷം. 95. അപ്പൊ ഞാൻ മാഷിനോട് തന്നെ അതിനെ കുറിച്ച് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നു. അതെ, പ്രത്യേകിച്ച് മാഷിന്റെ ശ്രീമതി വനിത അല്ലെ, വനിതാ റാണി, വനിതാ റാണി. വനിതാ റാണി അക്ഷരാർത്ഥത്തിൽ റാണിയാണ്. കാരണം തീർച്ചയായിട്ടും വനിതകളുടെ റാണിയാണ്. ഞാൻ ചോദിച്ചു, ഈ 2 കാലുകളും നഷ്ടപ്പെട്ട മാഷിനെ അവരെങ്ങനെയാണ് കണ്ടത്, എങ്ങനെ അവർ സമ്മതിച്ചു എന്ന് ഞാൻ ചോദിച്ചു. അവർ ടീച്ചറാണ്. അപ്പൊ മാഷ് നേരത്തെ കണ്ടെത്തിയ മാഷിന്റെ ഒരു പ്രിയപ്പെട്ട സഖിയാണ് ഈ വനിതാ റാണി. അപ്പൊ എനിക്ക് തോന്നുന്നു മാഷിന്റെ കണ്ടെത്തലുണ്ടല്ലോ, ആളെ കണ്ടെത്തൽ, അത് 100% അങ്ങയുടെ ഹൃദയത്തിൽ അങ്ങ് കണ്ടെത്തിയ അങ്ങയുടെ സഹധർമ്മിണി, അത് എന്താ പറയാ, ഈശ്വരൻ തന്നൊരു ചൈതന്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ കാലുകൾ നഷ്ടപ്പെട്ടപ്പോ ആ തരത്തിലുള്ള സദാനന്ദൻ മാഷിനെ അവര് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു എന്നുള്ളത് ഈ മഹത്തായ ആദർശത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. അവരുടെ അക്ഷരാർത്ഥത്തിൽ പ്രായം കൊണ്ട് എന്നേക്കാൾ കുറവാണെങ്കിലും അവരുടെ മുമ്പിൽ ഞാൻ ശിരസ് നമിച്ച് അങ്ങേക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമായി ഞാനതിനെ കാണുക. പിന്നീട് അതുപോലെ തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞാൻ ഇതിന്റെ പെട്ടെന്ന് സ്പീഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് 40-45 മിനിറ്റ് ആയി. കാരണം മാഷായതുകൊണ്ട് ആളുകൾക്ക് താല്പര്യമുണ്ട്. 10-45 മിനിറ്റ് ആയി. അപ്പൊ ഇടയ്ക്ക് നമ്മള് ഡൽഹിയിൽ ഒരു സമ്മേളനം നടത്തി, മനുഷ്യാവകാശ സമ്മേളനം, ജയകൃഷ്ണന് ശേഷം. അന്ന് കൃഷ്ണദാസ് ജി സംസ്ഥാന അധ്യക്ഷൻ, രാജ്നാഥ് സിംഗ് ജി ഓൾ ഇന്ത്യ അധ്യക്ഷനാണ്. അപ്പൊ ജയകൃഷ്ണൻ മാസ്റ്ററുടെ പരിപാടി ഡിസംബർ 1 ശേഷം അന്ന് നമ്മുടെ ഓൾ ഇന്ത്യ സഹസംഘടനാ കാര്യദർശി സതീഷ് ജിയും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് ജിയൊക്കെ പറഞ്ഞു, ഇത് ലോകത്തോട് അറിയിക്കണം. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ കൊടുഞ്ചത്, ഈ കൊലപാതകങ്ങൾ, അല്ലെങ്കിൽ ആളുകളെ മുഴുവൻ വെട്ടിനുറുക്കുന്ന ഈ കൊലപാതക രാഷ്ട്രീയം ലോകത്തോട് അറിയിക്കണം. അങ്ങനെ നമ്മളൊരു തീരുമാനമെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ മനുഷ്യാവകാശ ദിനമായ ഡിസംബർ മാസം 10-ാം തീയതി ഡൽഹിയിൽ അന്ന് അരുൺ ജെയ്റ്റ്ലിയുടെ വസതിയോട് ചേർന്ന ആ പുൽത്തകടിയിൽ വലിയൊരു സമ്മേളനം നടത്തി. അന്ന് കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റുകാർ, കേരളത്തിലൊട്ടാകെ മാർക്സിസ്റ്റുകാർ വെട്ടിനുറുക്കി നാശമാക്കിയിട്ടുള്ള ആളുകൾ, കാല് നഷ്ടപ്പെട്ട ആളുകൾ, കൈ നഷ്ടപ്പെട്ട ആളുകൾ, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങൾ, നമ്മൾ പോലും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള മുഴുവൻ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനം അന്ന് രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. പൊതുവെ രാജ്നാഥ് സിംഗിയെ ഞാൻ കാണുന്നത് എപ്പോഴും ഒരു ക്ഷാത്രീയ ഭാവമുള്ള, ഘനഗംഭീര ശബ്ദമുള്ള, ആരോടും തലകുനിക്കാതെ കാലുമ്മക്കാലം കയറ്റിയിരിക്കുന്ന പൗരുഷത്തിന്റെ ശബ്ദമായിട്ടാണ് നമ്മൾ രാജ്നാഥ് സിംഗിയെ കാണുന്നത്. സദാനന്ദൻ മാഷ് സ്റ്റേജിലേക്ക് വന്ന് അങ്ങയുടെ മരത്തിന്റെ കാലുകൾ അഴിച്ചു മാറ്റിയപ്പോ ആരോഗ്യ ദൃഢഗാത്രനായി ഒരു 6 അടി ഹൈറ്റുള്ള, മാഷിനേക്കാൾ ഹൈറ്റുള്ള, ശിരസ് ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന രാജ്നാഥ് സിംഗ് ഒരു നിമിഷം അങ്ങനെ എന്താ പറയാ, അനങ്ങാൻ കഴിയാതെ തലകുനിഞ്ഞ് അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രം എന്റെ മനസ്സിൽ വരികയാണ്. അത് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണേട്ടൻ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി, ഇരിട്ടി താലൂക്കിന്റെ ഒക്കെ പ്രചാരകമായിരിക്കുന്ന സമയത്ത് ഞാൻ സംഘത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, 82-ൽ BJPയുടെ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ആവേശപൂർവ്വം പങ്കെടുത്തെങ്കിലും സംഘശാഖ ആരംഭിച്ച് സ്വയം സേവകനാവുന്നത് 84-ലാണ്. അപ്പോഴേക്ക് രാധാകൃഷ്ണൻ അവിടെ നിന്ന് പോന്നു തോന്നുന്നു അല്ലെ? 84-ൽ. അതെ. അപ്പൊ ആ സമയത്ത് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. എനിക്ക് പക്ഷെ അറിയാം, തലശ്ശേരിയിൽ AN രാധാകൃഷ്ണൻ, ANR എന്നൊക്കെ വിളിക്കുന്ന ഒരാള് പ്രചാരകനാണ് എന്നൊക്കെ അറിയാമായിരുന്നു. അപ്പൊ രാധാകൃഷ്ണേട്ടനുമായിട്ട് നമ്മൾ കൂടുതൽ ഇടപഴകിയത് ഈ യാത്രയിലാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പോ പേരാമംഗലം സ്കൂൾ, പിന്നീട് ഞാൻ തൃശ്ശൂരിലേക്ക് വന്ന് പേരാമംഗലം സ്കൂൾ അധ്യാപകനായിട്ട് ചേർന്നു. ആ സമയത്താണ് ജയകൃഷ്ണൻ മാഷ് കൊല്ലപ്പെട്ട, ചന്ദ്രേട്ടന്റെയൊക്കെ സംഭവത്തിന് ശേഷം, ജയകൃഷ്ണൻ മാഷ് കൊല്ലപ്പെട്ടതിന് ശേഷം ഡൽഹിയിൽ ഇങ്ങനെ ഒരു പരിപാടിയുടെ കൃഷ്ണദാസിയാണ് എന്നെ തലേ ദിവസമാണ് വിളിക്കുന്നത്. മാഷ് എന്തായാലും ഞാൻ എന്റെ യാത്രക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെയുള്ള ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. ഈ കൃത്രിമക്കാല് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 2-3 വർഷങ്ങളാവുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ പോലെ ഒരു ആത്മവിശ്വാസം അന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട്
ഡൽഹിയിലേക്കുള്ള യാത്ര ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ കൃഷ്ണദാസ് എന്നെ നിർബന്ധപൂർവ്വം മാഷ് വന്നേ പറ്റൂ, മാഷ് കൂടാതെ വേണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അങ്ങനെ കൃഷ്ണദാസ് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് എന്നെ തൃശ്ശൂരിൽ നിന്ന് നിന്നെയും കൂടി കൂട്ടിയിട്ടാണ് എയർപോർട്ടിലേക്ക് വന്നത്. ആദ്യത്തെ വിമാനയാത്രയും അതായിരുന്നു. അപ്പൊ നമ്മൾ തൊട്ടടുത്തടുത്ത സീറ്റുകളിലാണ് രാധാകൃഷ്ണൻ ഞാനും ഇരുന്നത്. ഒരു 3 മണിക്കൂർ നേരം ഒരുപാട് അന്ന് ഇടയ്ക്കിടയ്ക്ക് മാഷിന്റെ മോള് യമുന അവള് ഫ്ലൈറ്റിൽ കയറി മാഷ് ഇരുന്നോ കൂടാറുണ്ട് എന്നൊക്കെ എല്ലാ ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് കയറുന്ന സമയത്ത് എയർപോർട്ടിലെത്തിയ സമയത്ത് ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള വിളികളുണ്ടായി. അതായത് മാഷ് സൂചിപ്പിക്കും. അത് എപ്പോഴും ഇപ്പോഴും മോളിപ്പോ 10-23 വയസ്സ് മോൾക്കായി, ഒരു തികഞ്ഞ യുവതിയായി. എങ്കിലും അച്ഛൻ എന്ന് പറഞ്ഞാൽ അവള് ഭയങ്കര കരുതലാണ്. എവിടെ ചെന്നാലും ഇപ്പൊ പരിപാടികൾക്ക് പോയി കഴിഞ്ഞാൽ അച്ഛാ പരിപാടി കഴിഞ്ഞോ, ഇനി അതല്ലെങ്കിൽ ചില സമയത്ത് വണ്ടിയിലാണെങ്കിൽ അച്ഛാ എവിടെ എത്തി, ഇങ്ങനെ ഇടയ്ക്കൊരു 3-4 തവണയെങ്കിലുള്ള വിളി അതിപ്പോഴും ഉണ്ട്. വാസ്തവത്തിൽ അതൊക്കെയാണ് നമ്മുടെ ഒരു ആത്മവിശ്വാസം, ആത്മധൈര്യം എന്നൊക്കെ പറയുന്നത്. അത് ശ്രീമതിക്കുണ്ട്. ആളിപ്പോ ഞാൻ പരിപാടിക്ക് പോയി ഒരു 10 മണിക്ക് തിരിച്ചെത്തും എന്ന് പറഞ്ഞാൽ 10:10 ആയാൽ പിന്നെ ആള് ആകെ ടെൻഷനായി. ഉടനെ വിളിക്കും. ഒന്നുകിൽ ഏതെങ്കിലും പ്രചാരകനെ വിളിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള കാര്യകർത്താവിനെ വിളിക്കും. അപ്പൊ അങ്ങനെ ഒരു കരുതൽ രണ്ടു കൂട്ടരും. എനിക്ക് എന്താ പറയാ, വാസ്തവത്തിൽ പ്രസ്ഥാനത്തിന്റെയും ആശയത്തിന്റെയും ശക്തിയെ പോലെ തന്നെ ഞാൻ വിലമതിക്കുന്ന ഒന്നാണ് എന്റെ ഈ സഹധർമ്മിണിയും മോളും എനിക്ക് പകർന്നു തരുന്ന ശക്തിയും ആത്മവിശ്വാസവും. അത് പറയാതെ നിവൃത്തിയില്ല. മോളിപ്പോഴും അങ്ങനെ തന്നെയാണ്. എവിടെ പോയാലും 2-3 തവണയെങ്കിലും അച്ഛനെ വിളിക്കും. എന്തായി അച്ഛൻ, സ്വകാര്യമായിട്ട് പറയാലോ, എന്തായിരുന്നു ചോറിന് കറി എന്ന് വരെ മോള് ചോദിക്കും. ചായക്ക് എന്തായിരുന്നു കൂട്ടാൻ, ഇതൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അത് തരുന്ന ഒരു സംതൃപ്തിയും ആത്മവിശ്വാസവും അളവില്ലാത്തതാണ് രാധാകൃഷ്ണൻ. അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ച്. ഈ രാജ്നാഥ് സിംഗ് കണ്ട സമയത്തുള്ള അനുഭവം എന്ന് പറയാൻ. അതെ അതെ തീർച്ചയായിട്ടും. ഞാൻ അന്ന് ഡൽഹിയിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ മനുഷ്യാവകാശ ദിനമായിരുന്നു പരിപാടി. രാജ്നാഥ് സിംഗ്ജിയെ കുറിച്ച് രാധാകൃഷ്ണൻ പറഞ്ഞ അതേ സങ്കല്പമായിരുന്നു. നല്ല ഘനഗംഭീരമായ ശബ്ദവും ആജാനബാഹു എന്നൊക്കെ വിളിക്കാവുന്ന ആകാരവും. അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹമാണ് ആവശ്യപ്പെട്ടത്, മാഷ് പിന്നെ കാലൊന്ന് കാണിക്കൂ എന്ന് പറഞ്ഞ് പിന്നെ പാൻസ് മെല്ലെ പൊക്കി ഊരി അത് മുഴുവനായിട്ട് കണ്ട സമയത്ത് അദ്ദേഹം, രാധാകൃഷ്ണൻ ഓർമ്മയുണ്ട്, 2 കൈയും നെഞ്ചോട് ചേർത്ത് വെച്ച് ഇങ്ങനെ കൈകൂപ്പിയ അവസ്ഥയിൽ ഒരു നിമിഷ നേരം കണ്ണടച്ച് എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നുണ്ടായിരുന്ന വികാരം എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അത്രയധികം പൊതുവെ എന്താ പറയാ, ഒരു 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 ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ വിളിക്കാവുന്ന മനുഷ്യൻ തരളിതനായി, അല്ലെങ്കിൽ എന്താ പറയാ, ആ രീതിയിലുള്ള ഒരു വികാര പ്രകടനമായിരുന്നു രാജ്നാഥ് സിംഗ്ജിയുടെ. പിന്നീട് തോളിൽ കൈവച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഈ സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അരുൺ ജെയ്റ്റ്ലിജി ഉണ്ടായിരുന്നു എന്ന പരിപാടിയില്. ആകെ കൂടി ആ യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസം പകർന്ന ഒരു കാര്യമായിരുന്നു. ഈ പറഞ്ഞ കണ്ണൂർ ജില്ലയിലെ ബലിദാനികളായിട്ടുള്ള കുടുംബങ്ങളിലെ ആളുകൾ, പരിക്ക് പറ്റിയ ആളുകൾ, ആ കൂട്ടത്തിൽ നമ്മുടെ പ്രജിൽജിയൊക്കെ ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലാ പ്രചാരകമൊക്കെ ആയിരുന്ന പ്രജിൽ, നമ്മുടെ ആയിത്തരമുള്ള പ്രജിൽ ഉണ്ടായിരുന്നു. ഇപ്പോ അദ്ദേഹം വിഭാഗിന്റെ കാര്യകർത്താവാണ്, ജന്മഭൂമിയുടെ ചുമതല വഹിക്കുന്നു. അപ്പൊ അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ നിലയ്ക്ക് ആ ഒരു പരിപാടിയും വളരെ ആത്മവിശ്വാസം പകരുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ എന്താണ് യഥാർത്ഥ, എനിക്ക് തോന്നുന്നു ആ ഒരു സംഭവത്തോടു കൂടിയാണ് കൂടുതൽ കണ്ണൂരിലെ അക്രമ സംഭവങ്ങളെ കുറിച്ച് ദേശീയ ശ്രദ്ധയിലേക്ക് വന്ന ഒരു പരിപാടിയായിരുന്നു അത്. ഇങ്ങനെയൊക്കെ നടക്കുന്നു, കമ്മ്യൂണിസം വിശ്വമാനവികതയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ തട്ടകത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് കമ്മ്യൂണിസത്തിന്റെ മുഖം എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചൊരു സംഭവം തന്നെയായിരുന്നു. നല്ല ദേശീയ ശ്രദ്ധ നേടാൻ സാധിച്ചിരുന്നു ആ പരിപാടിക്ക്. പിന്നെ അതേപോലെ തന്നെ എന്റെ മനസ്സിൽ വേറൊരു സംഭവം നിൽക്കുന്നത്, രാജേഷേട്ടാ, ഞാൻ ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. അതായത് അന്ന് രാജ്നാഥ് സിംഗ്ജി ഞാനവിടെ ചെന്നതും അദ്ദേഹത്തെ കണ്ടതും അദ്ദേഹം എന്നോട് ഇതൊക്കെ ആവശ്യപ്പെട്ടതും അദ്ദേഹത്തിന്റെ മനസ്സിൽ പതിയാതെ ഉണ്ടായിരുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ട മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ കതിരൂർ മനോജ് കൊല്ലപ്പെട്ട സമയത്ത് മനോജിന്റെ എനിക്ക് തോന്നുന്നു 41ാം ദിവസമാണോ എന്നറിയാം, ഒരു ശ്രദ്ധാഞ്ജലി ചടങ്ങ് വെച്ചു. അപ്പൊ അതിലെ രാജ്നാഥ് സിംഗ്ജിയാണ് വന്നത്. അന്ന് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്. മനോജിന്റെ വീട്ടിൽ അദ്ദേഹം 1.5 കിലോമീറ്റർ നടന്നു പോയി, എന്നിട്ട് സാംഘിക സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ മുന്നിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മുരളീധരൻ കൂടെ ഉണ്ടായിരുന്നു. മുരളീധരൻ എന്നെ രാജ്നാഥ് സിംഗ്ജിയെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഉടനെ രാജ്നാഥ് സിംഗ്ജി മാസ്റ്റർജി എന്ന് വിളിച്ച് എന്നെ ഓർത്തെടുത്ത് അദ്ദേഹം, ഞാൻ എഴുന്നേൽക്കാൻ നോക്കിയപ്പോ വേണ്ട ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ബൈറ്റോ എന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടെ തന്നെ ഇരുത്തി സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ച് സ്റ്റേജിലേക്ക് പോയൊരു അനുഭവം കൂടെ ഉണ്ടായി. എനിക്കൊരു മറ്റൊരു സംഭവം ഓർമ്മ വരുന്നത്, നമ്മുടെ MT രമേശ് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോ ഞാനന്ന് പാർട്ടിയുടെ എറണാകുളം ജില്ലാ അധ്യക്ഷനാണ്. ആ സമയത്ത് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് നമുക്കൊക്കെ പ്രിയപ്പെട്ട, നമ്മളെപ്പോഴും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സുഷമ സ്വരാജ് ആയിരുന്നു. അങ്ങനെ ആ സുഷമാജി ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. പിറ്റേ ദിവസം രാവിലെ നമ്മളോട് പറഞ്ഞു, സദാനന്ദ മാസ്റ്റർ കാര്യാലയത്തിലുണ്ട്,
അന്ന് സംഘ കാര്യകർത്താക്കളുമായിട്ടൊക്കെ ബന്ധപ്പെടുക. അപ്പോൾ സുഷമാജിയോട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ സദാനന്ദ മാഷ് ഇന്ന ആൾക്കാരെ അപ്പോ കാണാൻ വരണം, പോണം എന്ന് തീരുമാനിച്ചു. അത് രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 8 മണി സമയത്ത് നമ്മുടെ പ്രാന്തീയ കാര്യാലയത്തിന്റെ മുൻപിലുള്ള ചെറിയ ഇതിനോട് ചേർന്ന് കിടക്കുന്ന വരാന്ത പോലുള്ള ആ ഭാഗത്ത് മാഷിരിക്കുക. ആ മാഷിരിക്കുന്ന ആ പരിപാടിയിലാണ്, ആ സ്ഥലത്തേക്കാണ് നമ്മുടെ സുഷമാജിയോടൊപ്പം ഞങ്ങളൊക്കെ വരുന്നത്. അപ്പൊ സുഷമാജിയെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് വരുമ്പോൾ വളരെ ചിരിച്ച് സന്തോഷവതിയായിട്ടാണ് സുഷമാജി അങ്ങോട്ട് വരുന്നത്. ആളുകളോടും വലിയ ഒരുപാട് പ്രവർത്തകരോടൊപ്പം ഒരു ആൾക്കൂട്ടത്തോടൊപ്പം അതിന്റെ ആരവുമായിട്ടാണ് അവരങ്ങോട്ട് വരുന്നത്. അവിടെ വെച്ച് കാണുന്നു, സദാനന്ദ മാഷിനെ കാണുന്നു. അപ്പൊ ആ സമയത്ത് മാഷിനെ കാണുന്ന സമയത്ത്, മാഷിന്റെ കാലുകൾ കണ്ട സമയത്ത് ഒരു അമ്മയെ, ഒരു അമ്മ മകനെ ചേർത്ത് പിടിക്കുന്ന പോലെ മാഷിനെ ചേർത്ത് പിടിച്ച ഒരു രംഗം കാര്യാലയത്തിന്റെ മുൻപിൽ വെച്ച് ഞാൻ ഓർക്കുന്നു. മാഷ് അത് ഓർമ്മയുണ്ടല്ലോ? തീർച്ചയായിട്ടും രാജേഷേട്ടാ. കഴിഞ്ഞ ദിവസം എം ടി രമേശിയായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ രാധാകൃഷ്ണേട്ടൻ ആ കാര്യം ഓർത്ത് സംസാരിച്ചു. എനിക്ക് അപ്പോഴും എന്റെ ഓർമ്മകൾ ധാരാളം ഇങ്ങനെ എന്താ പറയാ. അപ്പൊ ഇന്ന് കുറച്ചുകൂടി അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. അത് ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാം. അപ്പൊ കാര്യാലയത്തില് ഞാൻ ഈ എന്റെ ആശുപത്രി 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം പിന്നെ കൃത്രിമക്കാല് വെക്കാനുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചായി പിന്നീടുള്ള ആലോചന. അപ്പൊ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞാൻ നേരെ പോയത് പിന്നെ സംഘത്തിന്റെ അന്ന് സംഘശിക്ഷാ വർഗം നടക്കുന്നുണ്ട് പേരാമംഗലം സ്കൂളില്, അവിടേക്കായിരുന്നു ക്യാമ്പില് താമസിക്കാൻ വേണ്ടി. അങ്ങനെ അവിടേക്ക് പോയി. അവിടുന്ന് ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ചേർപ്പില് 2യ വർഷ സംഘശിക്ഷാ വർഗം നടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് പോയി, അവിടെ താമസിച്ചു. അപ്പൊ അന്ന് ആ ക്യാമ്പില് അന്നത്തെ ആ സംഘശിക്ഷാ വർഗിലെ ശിക്ഷാർത്ഥികളായിട്ട് നമ്മുടെ ഇന്നത്തെ സഹപ്രാന്ത പ്രചാരക സുദർശൻ ജി, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രാന്തീയ സമ്പർക്ക പ്രമുഖ PP സുരേഷ് ജി, ഇവരൊക്കെ ആ പിന്നെ സംഘശിക്ഷാ വർഗിലെ ശിക്ഷാർത്ഥികളായിരുന്നു. ആ ക്യാമ്പിൽ ഞാനും ശിക്ഷാർത്ഥിയായി പോകണമെന്ന് നിശ്ചയിച്ചതായിരുന്നു ആ വർഷം. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ എന്തായാലും ഞാൻ സംഘശിക്ഷാ വർഗിൽ പങ്കെടുത്തു. അവിടുന്ന് പിന്നെ പോയത് നേരെ പ്രാന്ത കാര്യാലയത്തിലേക്കാണ്. അപ്പൊ അത് സംഘത്തിന്റെ ഒരു തീരുമാനം എന്നുള്ള നിലക്കായിരുന്നു. മാഷിനി കുറച്ചു കാലം പ്രാന്ത കാര്യാലയത്തിൽ വിശ്രമിച്ചാൽ മതി, നാട്ടിലേക്ക് പോകണ്ട എന്ന് നിശ്ചയിച്ചു. അങ്ങനെ പ്രാന്ത കാര്യാലയത്തിൽ മാന്യ ഭാസ്കർജി താമസിച്ചിരുന്ന മുകളിലത്തെ മുറിയിലായിരുന്നു എനിക്ക് താമസിക്കാനുള്ള വ്യവസ്ഥ. പക്ഷെ അന്ന് സുഷമാജി മാഷെ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒന്ന് എല്ലാം മോളുടെ മുറിയിലേക്ക് കൊണ്ടുവരിക ചെയ്യാം. അപ്പൊ നമുക്ക് താഴേക്ക് പോവാം. അന്ന് എന്റെ കൂടെ ദിനേശൻ ഉണ്ടായിരുന്നു. ദിനേശൻ ഈ കൂട്ടത്തിൽ സ്മരിക്കാതെ നിവൃത്തിയില്ല. കാരണം ആദ്യം എന്റെ കാലുകൾ നഷ്ടപ്പെട്ടതിന് ശേഷം എന്റെ കൂടെ സന്തത സഹചാരിയായി എല്ലാ കാര്യങ്ങൾക്കും എന്റെ സഹായിയായിട്ട് ഉണ്ടായിരുന്ന ആളാണ് ദിനേശൻ. ദിനേശൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രാന്ത സമ്പർക്ക പ്രമുഖ PP സുരേഷ് ജിയുടെ ജ്യേഷ്ഠനാണ് ദിനേശൻ. ദിനേശൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ദിനേശൻ എന്നെ താങ്ങി എടുക്കും. പക്ഷെ ദിനേശൻ എന്റെ അത്രയൊന്നും ഇല്ല. പക്ഷെ അയാൾ എന്നെ താങ്ങി എടുത്ത് കാര്യാലയത്തിന്റെ സ്റ്റെപ്പ് ഇറങ്ങി, രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ കാര്യാലയത്തിന്റെ മുന്നിലുള്ള ആ ബെഞ്ച് അല്ലെ, സിമെന്റ് ബെഞ്ച്, അതിലിരുത്തി. അപ്പൊ കാലിങ്ങനെ മൂടാൻ വേണ്ടി ഒരു തുണി ഇങ്ങനെ ഇടും. ആളുകൾ വരുമ്പോ പെട്ടെന്ന് കാണുമ്പോൾ ഒരു വേണ്ടെന്നുള്ള നിലയ്ക്ക് തുണി ഇടും. അപ്പൊ സുഷമാജി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് താഴേക്ക് പോവാം, അത് കഴിഞ്ഞ് പ്രഭാത ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് ദിനേശൻ എന്നെ താഴെടുത്ത് കാര്യാലയത്തിലെ ആ മുന്നിലുള്ള വരാന്തയിലെ ആ ബെഞ്ചിൽ എന്നെ ഇരുത്തി തുണി കൊണ്ട് കാലങ്ങ് മൂടി. അപ്പോഴാണ് സുഷമാജിയെ കൊണ്ട് രാധാകൃഷ്ണനും കൃഷ്ണദാസി ഉണ്ടെന്ന് തോന്നുന്നു അന്ന് വന്നു. സുഷമാജി വേഗം ഇറങ്ങി. എനിക്ക് സുഷമാജി ധരിച്ച സാരി പോലും ഇന്ന് ഓർമ്മയുണ്ട്. ഒരു എന്താ പറയാ ഡാർക്ക് മെറൂൺ കളറിലുള്ള ഒരു ഒറ്റ നിറത്തിലുള്ള സാരിയാണ് അത് സുഷമാജി അമ്മയുടെ രീതിയിൽ ചേർത്ത് പിടിച്ചു. അവര് വേഗം വന്നു, എന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. അപ്പൊ അവര് കാല് ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പൊ ഞാനാണോ ഒരു ചെറിയ സംശയിച്ചൊന്ന് നിന്നു. അപ്പോ രാധാകൃഷ്ണേട്ടനാണോ ആരെന്നറിയില്ല, ഇതാണ് സദാനന്ദ മാഷ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വേഗം എന്റെ അടുത്തേക്ക് വന്നു. എന്നെ അടിമുടി ഒന്ന് നോക്കി, നേരത്തെ രാജ്നാഥ് സിംഗ്ജിയെ പോലെ ഒന്ന് സ്തംഭിച്ചു അവര്. എന്നിട്ട് അവര് കാണണം എന്നുള്ള അപ്പൊ ദിനേശൻ വന്ന് മെല്ലെ ആ തുണി മെല്ലെ ഒന്ന് നോക്കിയതിന് ശേഷം അവരും ഒരു വല്ലാത്തൊരു മുഖഭാവത്തോടു കൂടി എന്താ പറയാ വേഗം എന്റെ അടുത്തേക്ക് വന്ന് ചേർത്തിങ്ങനെ പിടിക്കുകയാണ്, ഒരു അമ്മയുടെ പോലെ. എന്നിട്ട് എന്റെ മൂർധാവിൽ അവര് ചേർത്ത് പിടിച്ച്, വലത് കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് ഇടത് കൈ കൊണ്ട് മൂർധാവിൽ ഇങ്ങനെ തടവി. ആ സമയത്ത് എനിക്ക് നേരത്തെ നഷ്ടപ്പെട്ടു പോയ എന്റെ അമ്മയാണ് എന്ന് തന്നെ ഞാൻ ആ അവസരത്തിൽ എനിക്ക് മനസ്സിലായി. എന്റെ സംഭവം നടക്കുമ്പോൾ എന്റെ അമ്മ ഇല്ല, അമ്മ നഷ്ടപ്പെട്ടിരുന്നു. അമ്മ ക്യാൻസർ വന്നിട്ട് നേരത്തെ അമ്മ മരണപ്പെട്ടിരുന്നു.
അപ്പോൾ ആ അമ്മയുടെ ഒരു ആവിഷ്കാരമായിട്ട് എനിക്ക് സുഷമാജിയുടെ, ഞാനത് എപ്പോഴും പലരോടും പറയാറുണ്ട്, ആത്മവിശ്വാസം എങ്ങനെയൊക്കെ ഉണ്ടായി എന്ന കൂട്ടത്തിൽ ഈ ഒരു സംഭവവും എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. സുഷമാജിയുടെ അന്നത്തെ മാതൃനിർവിശേഷമായ ആലിംഗനവും മൂർധാവിലുള്ള തലോടലും, അത് കഴിഞ്ഞ് എന്തൊക്കെയോ പിന്നെ അവർ പറഞ്ഞു, അതൊന്നും കേൾക്കാൻ സാധിച്ചില്ല, കാരണം അങ്ങനെ ഒരു വികാര നിർഭരമായ ഒരു രംഗമായിരുന്നു അത്. തീർച്ചയായിട്ടും. പക്ഷെ പിന്നീട് പല സംഘത്തിന്റെ പല ചുമതലകൾ വഹിക്കുന്നു. തൃശ്ശൂരിൽ അധ്യാപകനാവുന്നു. പിന്നീട് നമ്മുടെ കൂത്തുപറമ്പിൽ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാവുന്നു. അങ്ങനെ ഈ കാലയളവിൽ ഒരു സംഭവബഹുലമായ ജീവിതമാണ്. രാഷ്ട്രീയവും സംഘവും സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെ വലിയ നിറസാന്നിധ്യമായി മധ്യ കേരളത്തിലും മലബാറിലും ഒക്കെ ഒരേ സമയം അങ്ങനെ പോവുകയാണ്. കാലിന് സുഖമില്ലെങ്കിലും ഷോൾഡർ പോലെ ഒരുപാട് സ്വയംസേവകന്മാർ കൈവയ്ക്കാൻ ഷോൾഡർ പോലെ നിൽക്കുന്ന ഒരു, അങ്ങനെ എല്ലാവരെയും പ്രചോദിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു നിരന്തരമായ ഈ കാലയളവിലെ യാത്ര ഉണ്ടായിട്ടുള്ളത്. അപ്പൊ BJPയുടെ ഭാഗത്ത് നിന്ന് കൂത്തുപറമ്പ് സ്ഥാനാർത്ഥിയാകുന്നു. പഴയ പോലെ വീണ്ടും BJPയിലേക്ക് വരുന്നു. നമ്മളോടൊപ്പം സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ കൂട്ടായ്മയുടെ ആഗ്രഹപ്രകാരം വലിയ വോട്ട് സമാഹരിച്ചുകൊണ്ടാണ് കൂത്തുപറമ്പിൽ നിൽക്കുന്നത്. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് സംഭവങ്ങൾ, എല്ലാത്തിനെ കുറിച്ചും കൂടുതൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയില്ലെങ്കിലും എടുത്തു പറയത്തക്ക നമ്മുടെ പ്രവർത്തകന്മാർ, ഇത് കേൾക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ രീതിയിൽ സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും. രാഷയുടെ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ സംഭവ ബഹുലം തന്നെയാണ്. ഞാൻ പറയാറുണ്ട്, ജീവിതം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയും, അനുഭവങ്ങൾ എന്ന്. എന്താണ് മാഷേ ജീവിതം എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയും, അനുഭവങ്ങളാണ് ജീവിതം എന്ന്. അങ്ങനെയുള്ള ഒട്ടനവധി അനുഭവങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഞാൻ പറയാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അനുഭവങ്ങളാണ്. ഞാൻ ആ കൂട്ടത്തിൽ ആദർശേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു കാര്യം, കാല് നഷ്ടപ്പെട്ടു, ഒരുപാട് സ്വയം സേവകരുടെ തോളത്ത് കൈവച്ച് ഞാൻ ഇന്ന് നടക്കുന്നു എന്നൊരു പ്രയോഗം, വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗം ആദർശേട്ടൻ നടത്തി. ഇതിന് സമാനമായ രീതിയിൽ മാരാർജി, ഞാൻ പ്രാന്ത കാര്യാലയത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ആശുപത്രിയിൽ മാരാർജി വന്നിരുന്നു. പ്രാന്ത കാര്യാലയത്തിൽ കഴിയുന്ന സമയത്ത് മാരാർജി ഒരു ദിവസം വന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് കസേര നീക്കിയിട്ടിരുന്നു. കാലൊക്കെ ഒന്ന് മുട്ടിന്റെ അവിടെയൊക്കെ ഒന്ന് ഒഴിഞ്ഞ് ഈ പിന്നെ ബാക്കി ഭാഗം കാലിന്റെ ആ ഭാഗത്തൊക്കെ സ്റ്റമ്പിലൊക്കെ ഒന്ന് തടവി. എന്നിട്ട് മാരാർജി പറയാണ് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ, എടാ മാഷേ, എന്തിനാണ് കാല്, രണ്ട് കാല് പോയാൽ എന്താ, ഇപ്പോൾ സഹസ്രപാദനല്ലേ, സഹസ്രപാദൻ എന്ന് മാരാർജിയുടെ സ്വന്തമായ ശൈലിയിൽ പറയാണ്. സഹസ്രപാദനല്ലേ, സഹസ്രപാദൻ എന്ന് പറയാണ്. അപ്പൊ അത് ഞാൻ കൂട്ടത്തിൽ അത് പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും സത്യത്തില്ല ആദർശേട്ടാ, ഞാൻ രണ്ട് കാലും നഷ്ടപ്പെട്ടു എന്നുള്ള നിരാശ എന്നെ ബാധിച്ചിട്ടേ ഇല്ല. അതിന് കാരണം നമ്മുടെ സംഘപ്രസ്ഥാനങ്ങൾ തന്നെയാണ്. എന്റെ ഈ സംഭവം നടന്ന ആ ദിവസം ആദ്യമായി എന്റെ വീട്ടിലെത്തിയത് ബഹുമാനപ്പെട്ട പപ്പേട്ടനാണ്, CKP ആണ്, CK പത്മനാഭനാണ്. അദ്ദേഹം നേരത്തെ ഞങ്ങൾ നല്ല അടുപ്പത്തിലായിരുന്നു. അദ്ദേഹം BJPയുടെ ചുമതല, ഞാൻ സംഘ ചുമതല. അപ്പൊ സംഭവം നടന്ന ഉടനെ ആശുപത്രിയിൽ വരുന്നതിന് മുന്നേ അദ്ദേഹം പോയത് എന്റെ വീട്ടിലേക്കാണ്. പെങ്ങളുടെ കല്യാണം നിശ്ചയിച്ചിരുന്നു, അമ്മയില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അച്ഛനുമില്ല, അമ്മയും അച്ഛനുമില്ല. അപ്പൊ വീട്ടിൽ വന്ന് എല്ലാവരെയും സാന്ത്വനിപ്പിക്കാൻ, ആശുപത്രിയിൽ പോയി മാഷെ കാണുകയിൽ പിന്നെ ആവാം, ആദ്യം പോണ്ടത് വീട്ടിലാണ് എന്ന് പപ്പേട്ടൻ പറഞ്ഞിട്ട് അടിസ്ഥാനത്തിൽ പപ്പേട്ടൻ വീട്ടിൽ വന്ന് എല്ലാവരെയും സാന്ത്വനിപ്പിച്ചു. അങ്ങനെ ഇതൊക്കെ എന്ത് തോന്നുകയാണ്, ഞാൻ ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ എനിക്ക് രണ്ട് കാലും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി ചലിക്കുന്ന പരസഹസ്രം കാലുകൾ ഉണ്ടല്ലോ എന്നുള്ളൊരു ബോധ്യം എന്നിലുണ്ട്. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാവണം എന്നൊരു നിയോഗം വന്നു. അതും മുഴുവൻ സംഘപ്രസ്ഥാനത്തിന്റെയും ഒരു താല്പര്യം എന്നുള്ള നിലയ്ക്കാണ് എന്റെ നേരെ ഒരു നിർദ്ദേശം വന്നത്. ഞാനത് ശിരസ വഹിച്ചു, സ്ഥാനാർത്ഥിയായി. അവിടെ ചെന്നപ്പോൾ എന്തെന്നില്ലാത്ത ആവേശം, അതിനേക്കാൾ കൂടുതൽ. കാരണം ഒരുപാട് സ്വയം സേവകര് പ്രവർത്തനത്തിൽ മുന്നോട്ട് വന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന ചില ദൗർഭാഗ്യകരമായ സംഭവങ്ങളുടെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന പ്രഭാവം പൂർവാധികം ശക്തിയോടെ തിരിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. ഒട്ടനവധി നേരത്തെ ചുമതലയിലൊക്കെ ഉണ്ടായിരുന്ന, പഴയ ദീർഘകാലം ചുമതലയിലൊക്കെ ഉണ്ടായിരുന്ന പ്രാരാബ്ദങ്ങളൊക്കെ കൊണ്ട് അത്ര സജീവമല്ലാതിരുന്ന അനേകം കാര്യകർത്താക്കന്മാര് ആ പ്രദേശത്ത് പ്രവർത്തനത്തിലുണ്ടായി. ഇപ്പോ നമ്മുടെ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന നമ്മുടെ ആറളം സജീവ് എന്നറിയപ്പെടുന്നു, അദ്ദേഹം പുത്തൂർപ്പ് താലൂക്കിന്റെ പ്രചാരകമായിരുന്നു. അദ്ദേഹം ഒക്കെ ഉണ്ടായിരുന്നു ഈ ഇലക്ഷന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. പിന്നെ ഒരു ഷാജി, പത്തായക്കുന്നിലുള്ള ഷാജി, പിന്നെ സംഘത്തിന്റെ കാര്യകർത്താക്കന്മാർ, BJPയുടെ സത്യപ്രകാശ് മാഷ് ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം, അനേകം, വിനോദം മാഷ് ജില്ലാ ജനറൽ സെക്രട്ടറി, എല്ലാവരും കൂടെ അങ്ങനെ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഒരു 1.5 മാസക്കാലം നമ്മൾ പ്രചരണത്തിന് സമയം കിട്ടിയിരുന്നു. കുന്നും പാനൂരിന്റെ ഭൂപ്രദേശം രാധാകൃഷ്ണൻ അറിയാലോ, കിഴക്കൻ മേഖലയിലൊക്കെ കുന്നും കുഴികളും കുണ്ടും കുഴികളും
കുന്നും മലകളും ഒക്കെയാണ്. അവിടെയൊക്കെ നടന്ന് തന്നെ കയറി കുറച്ച് പ്രയാസങ്ങൾ കാലിനുണ്ടായിരുന്നു. ആ സമയത്ത് അല്പം ചോര വരുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു, ബ്ലഡൊക്കെ വന്ന് വിഷമിച്ചു പോയിരുന്നു. പക്ഷെ അതൊന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല. കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും. തീർച്ചയായിട്ടും നമുക്ക് നല്ല വിജയം നേടാൻ, നല്ല വിജയം എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന വോട്ടിന്റെ നേരെ ഇരട്ടി വോട്ട് നമുക്ക് സമാഹരിക്കാൻ സാധിക്കും. ഒരു 11,000 വോട്ട് ഉണ്ടായിരുന്ന സ്ഥാനത്ത് 22,000 വോട്ട്. ആ ഇലക്ഷനിൽ നമുക്ക് കേരളത്തിൽ മുഴുവനായും എല്ലാ സ്ഥലത്തും നല്ല വോട്ട് വർധനയുണ്ടായ ഒരു ഉണ്ടായിരുന്നു. അപ്പൊ ആ നിലയ്ക്കുള്ള ഒരു വർധനവ്, നല്ല നിലയ്ക്കുള്ള വർധനവ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പരിപാടികളായിരുന്നു ഏറ്റവും മികച്ചത്. KP മോഹനൻ UDF-ന്റെയും, മന്ത്രിയായിരുന്ന KP മോഹനൻ UDF-ന്റെയും, ഇന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ LDF-ന്റെയും സ്ഥാനാർത്ഥികളാണ്. വളരെ ശക്തിശാലികളാണ്. അപ്പോൾ സമാനമായ ശക്തി നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ. നടത്തിയിരുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വളരെ ഗംഭീരമായിരുന്നു. നമ്മുടെ സുരേഷ് ഗോപി പങ്കെടുത്ത ഒരു ഷോ ഉണ്ടായിരുന്നു, റോഡ് ഷോ. അത് അതിലും ഗംഭീരമായിരുന്നു. ആ രീതിയിലൊക്കെ നല്ല ഒരു പ്രവർത്തനം അവിടെ നമുക്ക് നടത്താൻ സാധിക്കും. നമ്മുടെ സംസാരം 1 മണിക്കൂർ പിന്നിട്ടേക്കാണ്. 1 മണിക്കൂർ. പക്ഷെ വളരെ ചുരുങ്ങിയ സമയമായിട്ടുള്ള തോന്നുകയാണ്. ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മാഷിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു നൈല് പോലെ മാഷിനെ എപ്പോഴും പിന്തുടരുന്ന ആളാണ് മാഷിന്റെ മോള് യമുന. അപ്പോ യമുന നമുക്കറിയാം കൈരളി ചാനലിലൂടെയൊക്കെ വളരെ പ്രസിദ്ധിയാണ്. നല്ല കവിത പാടുന്ന നല്ല മിടുക്കത്തിയായ കൊച്ചുമോളാണ് വലുതായെങ്കിലും. അപ്പോ ഞാൻ മനസ്സിലാക്കുന്ന അടുത്ത സമയത്തൊക്കെ ഞാനിപ്പോ ഈ വാട്സപ്പിലൂടെയൊക്കെ കാണുന്നു നന്ദേട്ടൻ എഴുതിയ അതിമനോഹരമായ ഗണഗീതം യമുന പാടി പാടിയിട്ടുണ്ട്. നല്ല ഗണഗീതം പാടുന്ന ആളാണ്. അപ്പോ മോളുടെ ഒരു ചെറിയ പാട്ടോടുകൂടി നമുക്ക് ഇതിന്റെ ഈ ഘട്ടം അവസാനിപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നു. മോൾ അടുത്തുണ്ടോ? മോളിങ്ങനെ എന്റെ പിന്നിൽ ഡയറക്ടറായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. മോള് എന്തായാലും മോള് ചൊല്ലുന്ന ഗീതം നേരത്തെ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ഗണഗീതം എഴുതിയത് ആരാണ് എന്ന് നമ്മൾ പൊതുവെ പറയാറില്ലല്ലോ. അതുകൊണ്ട് ആ നിലയ്ക്ക് മോളൊരു ഗീതത്തിന്റെ മോളെ മുഴുവൻ പാടുന്നത്. നമസ്തേ പറയുക. നമസ്കാരം. രാധാകൃഷ്ണ നമസ്തേ. നമസ്തേ. അങ്ങനെ പാടിക്കോളൂ. ഓക്കെ, പാടാം. ഈ പരിപാടി ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സംഘബന്ധുക്കൾക്കും നമസ്കാരം. നവയുഗ ദിവ്യോദയമായി, നവയുഗ ദിവ്യോദയമായി, നവയുഗ ദിവ്യോദയമായി, ഒഴിഞ്ഞകന്നു ദീർഘനിശാന്തത കൂരിരുളകലി മറഞ്ഞു, വിസ്മൃതി മൂടി മയങ്ങിയ തീക്കണ്ണാളി കത്തി പടരുന്നു. ത്രിശക്തി രൂപിണി ഭാരതമാതാ ഉണർന്നു വരദായിനിയായി, ത്രിശക്തി രൂപിണി ഭാരതമാതാ ഉണർന്നു വരദായിനിയായി, നവയുഗ ദിവ്യോദയമായി, നവയുഗ ദിവ്യോദയമായി, നവയുഗ ദിവ്യോദയമായി, നവയുഗ ദിവ്യോദയമായി. പക്ഷെ മോളുടെ സുന്ദരമായ ഈ ഗണഗീതത്തോടെ നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. മാഷിന് എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ? എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നത് അവസാനിപ്പിക്കാന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും ഒറ്റ കാര്യം കൂടെ. അതായത് ഇപ്പൊ നാളെ നമ്മുടെ ഐതിഹാസികമായ വെർച്വൽ റാലി നടക്കാൻ പോവാണ്. ആരാധ്യനായ മോദിജിയുടെ 2ാം ഊഴത്തിലെ 1ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള വെർച്വൽ റാലി നാളെ 5 മണിക്ക് നമ്മുടെ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയ വേദികളിലും എല്ലാ നമ്മുടെ പ്രവർത്തകരും സഹോദരങ്ങളും എന്നെ കാണുന്ന രാധാകൃഷ്ണനെയും എന്നെയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ബഹുമാന്യരായ ബന്ധുജനങ്ങളും ആ പരിപാടി കാണണം എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്.
മാത്രവുമല്ല മോദിജിയുടെ ആത്മനിർഭര ഭാരതം എന്ന ആ സങ്കല്പം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കടീബദ്ധരായി നമ്മുടെ ആത്മസമർപ്പണത്തോടെയുള്ള ഒരു പ്രവർത്തനം എല്ലാവരും ചേർന്ന് ഈ നാടിനു വേണ്ടി നടത്തണം എന്നൊരൊറ്റ അഭ്യർത്ഥന മാത്രമാണ് അവസാന ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. കൂട്ടത്തിൽ രാധാകൃഷ്ണൻ നടത്തുന്ന ഈ ഒരു പരിപാടി വാസ്തവത്തിൽ ഒരുപാട് പേര് സംസാരിക്കാറുണ്ട്. അനവധി കാര്യകർത്താക്കന്മാരുടെ മനസ്സുകളിലേക്ക് നമ്മുടെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ചും വിഷമം അനുഭവിക്കുന്ന നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ നേരത്തെ നടന്നുപോയ നമുക്ക് വഴി കാണിച്ചു തന്ന നിരവധി കാര്യകർത്താക്കന്മാരെ കുറിച്ച് സ്മരിക്കാനുള്ള ഒരു തരത്തിൽ വൈകാരികമായ തലത്തിലും അതേസമയത്ത് ആശയപരമായ ദൃഢതയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളിലും ഈ പരിപാടി വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. അതിന് രാധാകൃഷ്ണേട്ടനോട് പ്രത്യേകിച്ചൊരു സന്തോഷം, നന്ദി ഞാൻ പറയുന്നില്ല, കാരണം അതൊരു ഔപചാരികതയാവും എന്നുള്ളത് കൊണ്ട് നന്ദിയല്ല ഞാൻ പറയുന്നത്, ഒരു കൃതാർത്ഥതയും സന്തോഷവും പ്രകടിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. അപ്പോ എല്ലാവർക്കും അതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. നമസ്കാരം. ബാക്കി രാധാകൃഷ്ണേട്ടൻ പറഞ്ഞ് അവസാനിപ്പിച്ചോളൂ. ഇപ്പോ നാളെ മാഷ് സൂചിപ്പിച്ച പോലെ വൈകുന്നേരം 5 മണിക്ക് കേരളം കണ്ട ഏറ്റവും വലിയ റാലി, ഇപ്പൊ ആധുനിക യുഗത്തിൽ ഓൺലൈൻ സംവിധാനത്തിൽ ഏതാണ്ട് 25 ലക്ഷത്തോളം ആളുകൾ കാണാൻ വേണ്ടി പോകുന്ന വെർച്വൽ റാലി നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ റാലിയുടെ തത്സമയ സംപ്രേഷണം എന്റെ ഈ ഫേസ്ബുക്ക് ചാനലിലൂടെ എല്ലാവർക്കും കിട്ടും. അതുപോലെ തന്നെ നമ്മളെ കേൾക്കുന്ന എല്ലാവരുടെയും ചാനൽ സംവിധാനങ്ങൾ, പേജുകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കണം. ആയിരക്കണക്കിന് പേജുകളിലൂടെ നമ്മുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ നഡ്ഡാജിയുടെ പ്രസംഗം കേൾക്കണം. അതിനുള്ള അവസരം ഉണ്ടാക്കണം. എല്ലാവരും അതിൽ പങ്കാളികളാകണം എന്ന് സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ ഒരുപാട് സഹപ്രവർത്തകന്മാർ, ജയകൃഷ്ണനും പന്നിനൂർ ചന്ദ്രേട്ടനും രാജേട്ടനും മോഹനും അങ്ങനെ ഒരുപാട് തലായി സതീശനും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു വലിയ പരമ്പര ഈ ആദർശത്തിനു വേണ്ടി നമ്മളെ വിട്ടുപിരിയുകയുണ്ടായി. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പരാധീനതകളും ഒരുപാട് തരത്തിലുള്ള പ്രകോപനങ്ങളും ഒക്കെ അതിജീവിച്ച് വലിയ മുന്നേറ്റം കാഴ്ചവച്ചിട്ടുള്ള ഒരുപാട് ധീരരായ പ്രവർത്തകന്മാർ ഇന്ന് കേരളത്തിൽ അവരുടെ തലയുയർത്തി നിൽക്കുന്ന ഒരു പ്രദേശമാണ് കണ്ണൂർ ജില്ല. അതിൽ സൗമ്യമായ മുഖത്തിന്റെ ഉടമയായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീമാൻ സദാനന്ദൻ മാസ്റ്റർ, നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് കാബാലികന്മാർ ഈ നിഷ്ഠൂരമായ പൈശാചികമായ ക്രൂരകൃത്യം ചെയ്യുമ്പോഴും ഒരുപാട് വേദനകൾ കടിച്ചമർത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ഒരു ഘട്ടത്തിൽ താൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, നമ്മളെല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, ഒരുപക്ഷെ നമ്മൾ പകച്ചു പോകുമായിരുന്ന ആ ഘട്ടത്തിൽ ഹൃദയത്തോട് ചേർത്ത്, നെഞ്ചോട് ചേർത്ത്, ദേശാഭിമാന പ്രചോദിതമായി ഗണഗീതത്തിലൂടെ നമ്മളെയെല്ലാം ഐക്യപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്ററുടെ താങ്ങും തണലുമായി ഇപ്പോ ഗണഗീതം ആലപിച്ച് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന മോളെ യമുനയും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി വനിതാ റാണിയുടെ ഒപ്പം തന്നെ കേരളത്തിലെ ലക്ഷാവധി പ്രവർത്തകന്മാർ, ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ ആദർശത്തിന്റെ വലിയ രൂപമായി കാണുന്നു. അങ്ങ് ധൈര്യമായി മുന്നോട്ട് പോകുക. കണ്ണൂർ ജില്ലയിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ കേരളം വലിയ പ്രതീക്ഷയോടുകൂടി അങ്ങയെ കാത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.